السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين، أما بعد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യ പിൻപറ്റിക്കൊണ്ടും ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ അള്ളാഹുവിൻ്റെ കലാമായ വിശുദ്ധ ഖുർആൻ പഠിക്കുക എന്ന വലിയ ഒരു ലക്ഷ്യത്തിലാണ് നമ്മളുള്ളത്. നമ്മുടെ ലക്ഷ്യം പൂർത്തീകരിക്കാനുള്ള തൗഫീക്ക് അള്ളാഹു നമുക്കെല്ലാം നൽകുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നമ്മൾ കഴിഞ്ഞ കുറേയേറെ മാസങ്ങളായി, അല്ലെങ്കിൽ ഒരു വർഷത്തിലേറെയായി സൂറത്തുൽ ബഖറയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലെ 157 ആയത്തുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ 158 ആയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇവിടെ കുറച്ച് കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്കൊന്ന് ചെറിയ രൂപത്തിലൊന്ന് പറയാം. പ്രത്യേകിച്ച് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന വിഷയം ഒരു പക്ഷേ നിങ്ങൾ ആയത്ത് കണ്ടപ്പോഴേ മനസ്സിലായിട്ടുണ്ടാകും. പിന്നെ നമ്മൾ ഹജ്ജിനും ഉംറക്കൊക്കെ വേണ്ടി പോകുമ്പോൾ പ്രത്യേകമായി പോകുന്ന സ്ഥലമാണ് സഫയും മറുവയും. ഒരു പക്ഷേ പലർക്കും ആ പേര് പരിചയം ഉണ്ടാകും. പ്രത്യേകിച്ച് ഇരട്ട കുട്ടികളൊക്കെയാണ് പെൺകുട്ടികളായിട്ടുണ്ടാകുന്നതെങ്കിൽ സഫ മർവ എന്ന പേരാണ് പൊതുവെ പല ആളുകളും ഇടാറുള്ളത്. അതേപോലെ തന്നെ ആൺകുട്ടിയാണെങ്കിൽ ഹസൻ ഹുസൈൻ എന്ന് പറയുന്നത് പോലെ തന്നെ ഈ ഒരു പേരും നമുക്കെല്ലാം സുപരിചിതമാണ്. എന്നാൽ എന്താണ് ഈ സഫയുടെ ചരിത്രം? ഈ ഒരു രണ്ട് മലകളുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ചെറിയ കുന്നുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചരിത്രങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ ശരിക്ക് ഹജ്ജിനും ഉംറക്കും വേണ്ടി പോകുമ്പോൾ ഈ സഫയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആ ചരിത്രം കൂടി നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നമുക്ക് എന്ത് ചെയ്യും, ആ ഒരു പ്രാർത്ഥനയും അതേപോലെ തന്നെ അവിടെയുള്ള സഅയും ഒക്കെ നമുക്ക് ഒരുപാട് ഉപകാരപ്പെടും. അതുകൊണ്ട് തന്നെ വളരെ കുറഞ്ഞ ചില കാര്യങ്ങൾ, വളരെ കുറഞ്ഞ രൂപത്തിൽ ഒരുപാട് ചരിത്രങ്ങളുണ്ട്. അതിലെ ചില ചരിത്രങ്ങൾ മാത്രം ഇൻഷാ അല്ലാഹ് ചെറിയ രൂപത്തിൽ നമുക്കൊന്ന് വിശദീകരിക്കുകയും ചെയ്യാം. അപ്പം ഇന്ന് നമ്മൾ നമ്മുടെ 86ാമത്തെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. സാധാരണ നമ്മൾ ചെയ്യാറുള്ളത് പോലെ ആദ്യം നമുക്ക് ഇതിനു മുമ്പുള്ള ആയത്തുകളൊന്ന് ഓതാം. അതിനുശേഷം ഇൻഷാ അല്ലാഹ് ഇന്ന് പഠിക്കാനുള്ള ഭാഗത്തേക്ക് വരികയും ചെയ്യാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فاذكرني أذكركم واشكروا لي ولا تكفرون. يا أيها الذين آمنوا استعينوا بالصبر والصلاة إن الله مع الصابرين. ولا تقولوا لمن يقتل في سبيل الله أموات بل أحياء ولكن لا تشعرون. ولنبلونكم بشيء من الخوف والجوع ونقص من الأموال والأنفس والثمرات وبشر الصابرين الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون. أولئك عليهم صلوات من ربهم ورحمة وأولئك هم المهتدون. ഈ 3
ആയത്തുകളാണ് ഏറ്റവും അവസാനത്തിൽ നമ്മൾ പഠിച്ചത്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ 158-ാമത്തെ ആയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഒറ്റ ആയത്ത് മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളൂ. അതിൻ്റെ കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് നമ്മൾ എടുക്കേണ്ടിയിരുന്നത്. പക്ഷേ പിന്നെ ഇന്നത്തേക്ക് മാറ്റി വെച്ചത് കുറേ നിങ്ങൾക്ക് വായിക്കാനും പഠിക്കാനുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അപ്പം ഈ ഒരു ചെറിയ ഒരായത്താണ്, ഒരു പക്ഷേ നമുക്കെല്ലാവർക്കും പരിചയമുള്ള ഒരായത്താണ്. ഈ ആയത്ത് ഒരു പക്ഷേ ഉംറക്ക് പോയ ആളുകൾക്ക് സുപരിചിതമായിരിക്കും. കാരണം ഉംറക്ക് വേണ്ടി പോയി നമ്മൾ അതിൽ ഇഹ്റാം കഴിഞ്ഞ് ത്വവാഫ് കഴിഞ്ഞ് പിന്നെ നമ്മൾ സഅയിന് വേണ്ടി പോകുമ്പോൾ സഫയുടെ ഭാഗത്തായിട്ട് ഈ ആയത്ത് എഴുതി വെച്ചത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഇത് പാരായണം ചെയ്യണമെന്നുള്ളതും ആ ഒരു പിന്നെ ഉംറയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പിന്നെ ഒരു വാചകമായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പം എന്താണ് ഈ ഒരു ആയത്തിൻ്റെ പ്രത്യേകത എന്നും എന്തുകൊണ്ട് ഈ ആയത്ത് പ്രത്യേകിച്ച് ചൊല്ലണം എന്നുള്ളതും നമുക്ക് ഇന്ന് അതിൻ്റെ ചരിത്രങ്ങൾ പറഞ്ഞുകൊണ്ട് വിശദീകരിക്കാം. അപ്പം എല്ലാവരും ശ്രദ്ധിക്കുക. ഇന്ന് കാര്യമായിട്ട് ചരിത്രങ്ങളാണ് പറയാനുള്ളത്. പ്രത്യേകിച്ച് അന്നുണ്ടായിരുന്ന ആ ഒരു സഫയുടെ അവസ്ഥ, പിന്നീടുണ്ടായ മാറ്റങ്ങൾ, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു പക്ഷേ നിങ്ങൾ ഉംറക്ക് പോയവരായിരിക്കാം, അല്ലെങ്കിൽ പോകുന്നവരായിരിക്കാം, പോകണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കാം. എന്തായിരുന്നാലും അതിനെക്കുറിച്ച് കുറച്ചൊക്കെ ഒരു ധാരണകൾ ഉള്ളവരാണല്ലോ നമ്മളെല്ലാവരും. അപ്പോൾ അത് കുറച്ചും കൂടി അതിൻ്റെ ചരിത്രങ്ങൾ വിശദീകരിക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആകും. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കട്ടോ, കൂടെ ഓതാൻ നോക്കുക. ഇന്ന الصفا والمروة من شعائر الله. ഓതണേ. إن الصفا والمروة من شعائر الله فمن حج البيت أو اعتمر فلا جناح عليه أن يطوف بهما ومن تطوع خيرا فإن الله شاكر عليم. ഓക്കെ, ഇതാണ് ആയത്തുള്ളത്. അതിൽ വരാൻ സാധ്യതയുള്ള ചില തെറ്റുകൾ നമുക്കൊന്ന് പറയാം. ഇന്ന, ആ ന ശബ്ദുള്ളതാണ്, അപ്പം അതങ്ങനെ തന്നെ ഓതാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അസ്വഫ, അസ്വഫ, ഇന്ന സഫ എന്ന് പറയാൻ പാടില്ല. ഇന്ന സ്വഫ, ആ സ്വാക്ക് എന്തുണ്ട്, ശബ്ദുണ്ട്. പിന്നെ വൽ മറുവത മിൻ ഷആഇരി, ഷആഇരില്ല, അല്ലാ എന്ന ഇസ്മിന്റെ തൊട്ട് മുമ്പുള്ള അക്ഷരത്തിന് കെസ്റ് വന്നാൽ ല എന്നാണ് ഉച്ചരിക്കുക. മിൻ ഷആഇരില്ലാ എന്ന് പറയാൻ പാടില്ല. ഞാനിതിങ്ങനെ പറയുമ്പോൾ വീണ്ടും അതേ വാക്ക് തെറ്റിക്കുന്ന ആളുകളുണ്ട്. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത്. മിൻ ഷആഇരില്ലാ അല്ല, മിൻ ഷആഇരില്ലാ, ല. കാരണം അല്ലാ എന്ന ഇസ്മിന്റെ തൊട്ട് മുമ്പുള്ള അക്ഷരത്തിന് കെസ്റ് വന്നാൽ ല എന്ന ഉച്ചാരണമാണ് വരിക. ഷആഇരില്ല. ഇന്ന الصفا والمروة من شعائر الله. ഓക്കെ. ഫമൻ ഹജ്ജൽ ബൈത അവിഅ്തമറ, അവിഅ്തമറ, ഇഅ്തമറ എന്നുള്ളത് ഉംറ ചെയ്യുക എന്നുള്ളതാണ്. ഉംറ എന്നുള്ളതാണ് ശരിക്ക്. ഹജ്ജും ഉംറയും എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അവിടെ അവിഅ്തമറ ചില ആളുകൾക്ക് തെറ്റും, അതുകൊണ്ടാണ് അത് റെഡ് കളറിലേക്ക് കൊടുത്തിട്ടുള്ളത്. ഫമൻ ഹജ്ജൽ ബൈത അവിഅ്തമറ ഫലാ ജുനാഹ അലൈഹി, ഫലാ ജുനാഹ അലൈഹി. فمن حج البيت أو اعتمر فلا جناح عليه أن يطوف بهما. أن يطوف,
ത്വ എന്നുള്ളതിന് ശബ്ദമുണ്ട്, വ എന്നതിന് ശബ്ദമുണ്ട്. അപ്പൊ രണ്ടും കൂടി ആകുമ്പോൾ അത്യാവശ്യം ഒന്ന് എന്ത് ചെയ്യണം, നമ്മൾ ശ്രദ്ധ കൊടുക്കണം. അയ്യത്വഫ ബിഹിമ, അയ്യത്വഫ ബിഹിമ. എല്ലാരും കൂടെ ഓതിട്ടോ, മിണ്ടാതൊക്കെ അല്ലേ. فمن حج البيت أو اعتمر فلا جناح عليه أن يطوف بهما ومن تطوع خيرا ومن تطوع خيرا فإن الله شاكر عليم. فإن الله شاكر عليم. ഓക്കെ, അപ്പോൾ ആയത്ത് ക്ലിയർ ആണ് എല്ലാവർക്കും. വേണമെങ്കിൽ ഒന്നും കൂടി ഞാൻ ഓതിത്തരാം, എന്നിട്ട് അതിൻ്റെ അർത്ഥത്തിലേക്ക് വരാം. ഇന്ന الصفا والمروة من شعائر الله فمن حج البيت أو اعتمر فلا جناح عليه أن يطوف بهما ومن تطوع خيرا فإن الله شاكر عليم. ഇതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ആയത്ത്. എന്താണ് ഈ ആയത്ത്? ഇതിൽ പ്രധാനമായി നമ്മൾ 2-3 ഭാഗങ്ങളാക്കിയിട്ടാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ഒന്നാമത്തെ ഭാഗം ഇന്ന സഫാ വൽ മർവത മിൻ ശആഇരില്ലാ. ഒരു പക്ഷേ നമുക്ക് പരിചയമില്ലാത്ത പദം നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് ഷായിർ എന്ന പദം ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ടാവില്ല. സഫ മറുവ നമുക്കറിയാം. പിന്നെ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അബി അത്തമറ ഉംറ ചെയ്യുക എന്നുള്ളതാണ്. ഫലാ ജുനാഹ അലൈഹി അതും ചിലപ്പോൾ പരിചയം ഉണ്ടാവില്ല അല്ലേ. ബാക്കി അയ്യ തവാഫ് ചെയ്യുക എന്നുള്ളതാണ്. വമൻ തത്വ എന്നുള്ളതാണ് സന്നദ്ധനാകുക അല്ലേ, സൽക്കർമ്മങ്ങൾ ചെയ്യാൻ സന്നദ്ധനാകുക എന്നുള്ളതാണ്. ഓക്കെ, ബാക്കിയെല്ലാം അറിയുന്ന പദങ്ങൾ തന്നെയാണ്. നോക്കിക്കോളെ, എന്താണ് വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന ഒരായത്താട്ടോ. ഞാനിത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നു. ഇത് നമ്മൾ മനപ്പാടമാക്കണം എന്ന് മാത്രമല്ല, പലപ്പോഴും നമ്മൾ ഉംറയ്ക്ക് വേണ്ടി പോകുന്ന സമയത്തും ഈ ഒരു ആയത്ത് ചൊല്ലേണ്ടതുണ്ട്. ഓക്കെ, ഇന്ന സ്വഫാ വൽ മർവത മിൻ ശആഇരില്ലാ. ഇന്ന സ്വഫാ, ഇന്ന തീർച്ചയായും, അസ്വഫ സ്വഫയും, വൽ മറുവ മറുവയും, സ്വഫയും മറുവയും, മിൻ ശആഇരില്ലാ അള്ളാഹുവിൻ്റെ ഷഈറത്തുകളിൽ പെട്ടതാണ്. ഷഈറത്ത് ജംഅ ഷആയിർ, അതായത് മതചിഹ്നങ്ങളാണ്. അള്ളാഹിൻ്റെ ചില മതചിഹ്നങ്ങളുണ്ട്. അത് ഒരിക്കലും ചന്ദ്രക്കലയല്ല. സാന്ദർഭികമായിട്ട് പറയാണ്, നമ്മുടെ മുസ്ലിം ഉമ്മത്ത് പൊതുവെ ചന്ദ്രക്കല ഒരു മുസ്ലിമിൻ്റെതായിട്ട് കാണാറുണ്ട്. ചന്ദ്രക്കലയും ഇസ്ലാമും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അത് തുർക്കികളാണ് ശരിക്കും തുടങ്ങിയത്. തുർക്കികളുടെ അവരുടെ ഫ്ലാഗൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും. അതിൽ ആ ഒരു ചന്ദ്രക്കല കാണാൻ പറ്റും. അതല്ലാതെ ശരിക്കും എന്തില്ല, ചന്ദ്രക്കലയും ഇസ്ലാമും തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ല. പള്ളികളിലൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ആ ചന്ദ്രക്കല കൊടുക്കാറുണ്ട് എന്ന് മാത്രം. അത് കുറച്ചായിട്ട് ഇങ്ങനെ കൊടുക്കുക എന്നതിനപ്പുറത്തേക്ക് മതപരമായിട്ട് എന്തില്ല, അതിന് പ്രത്യേക തെളിവുകളോ ഒന്നും ഇല്ല. പിന്നെ നമ്മൾ പൊതുവെ കലണ്ടർ നോക്കുന്നതും അതേപോലെ തന്നെ നമ്മുടെ കലണ്ടർ രൂപീകരിക്കപ്പെട്ടതൊക്കെ ഹിജറ വർഷം എന്ന നിലക്ക്, അതായത് ചന്ദ്രവർഷങ്ങളാണ് നോക്കാറുള്ളത്. ചന്ദ്രനുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. വർഷം എന്ന നിലക്കല്ല, അതിൻ്റെ കണക്ക് നോക്കിയിട്ടല്ല, ചന്ദ്രൻ്റെ കണക്ക് നോക്കിയിട്ടാണ് പൊതുവെ രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് ചന്ദ്രനെ കണ്ടു കഴിഞ്ഞാൽ അടുത്ത മാസമായി അല്ലെങ്കിൽ അടുത്ത മാസം തുടങ്ങി എന്നൊക്കെ പറയുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഓക്കെ, ഏതായിരുന്നാലും മിൻ ശആഇരില്ലാ, ഇന്ന സ്വഫാ വൽ മർവത മിൻ ശആഇരില്ലാ. തീർച്ചയായും സ്വഫയും മറുവയും അള്ളാഹുവിൻ്റെ മതചിഹ്നങ്ങളായിട്ട് അള്ളാഹ് നിശ്ചയിച്ചതാണ്. ഫമൻ ഹജ്ജ, അപ്പോൾ ആരെങ്കിലും ഹജ്ജ് ചെയ്യുകയാണെങ്കിൽ, എവിടെ, അൽ ബൈത്ത്. അൽ ബൈത്ത് എന്ന് പറഞ്ഞാൽ അൽ കഅബ. ഇവിടെ ബൈത്ത് എന്ന് പറഞ്ഞാൽ ബൈത്തുൽ കഅബ. കഅബയിൽ ചെന്നുകൊണ്ട്, കഅബ മന്ദിരത്തിൽ ചെന്നുകൊണ്ട് ആരെങ്കിലും ഹജ്ജോ ഔ അല്ലെങ്കിൽ ഇഅ്തമറ ഉംറയോ ഉദ്ദേശിക്കുന്നുവെങ്കിൽ, നിർവഹിക്കുകയാണെങ്കിൽ, ഫലാ ജുനാഹ അലൈഹി അവൻ്റെ മേൽ കുറ്റകരമായ കാര്യമല്ല, അൻ യത്തവഫ ബിഹിമ
ആ സൊഫയും മറുവയും പ്രദക്ഷിണം ചെയ്യുക എന്നുള്ളത്. ഇവിടെ പ്രത്യേകം മനസ്സിലാക്കണം, സൊഫയുടെ ചുറ്റും നടക്കുക എന്നുള്ളത് നമ്മൾ കാബ ചുറ്റുന്നത് പോലെ സൊഫന്റെ ചുറ്റുക എന്നുള്ളതല്ല. ഇവിടെ അയ്യത്തവ്വഫ ബിഹിമ എന്നതുകൊണ്ട് അവ രണ്ടിനും പ്രദക്ഷിണം ചെയ്യുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അതിൻ്റെ രണ്ടിൻ്റെയും മുന്നിലൂടെയുള്ള നടത്തമാണ്, അഥവാ സഅയ് ചെയ്യുക എന്നുള്ളതാണ്. എന്താണെന്നുള്ളത് നമുക്ക് വിശദീകരിക്കാം. ഞാൻ പറയണത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആണോ? മനസ്സിലാവുണ്ടോ? ഓക്കെ ആണോ? ഓക്കെ, അന്ന് ശ്രദ്ധിച്ചോളീം. ഇന്ന സൊഫ വൽ മറുവത മിൻ ശഅഇരില്ല. സൊഫയും മറുവയും അള്ളാഹുവിൻ്റെ മതചിഹ്നങ്ങളിൽപ്പെട്ടതാണ്, മതചിഹ്നങ്ങളിൽ നിന്നുള്ളതാണ്. അള്ളാഹു അത് മതചിഹ്നങ്ങളാക്കി വച്ചിട്ടുണ്ട്. ഫമൻ, അപ്പോൾ ആരെങ്കിലും ഹജ്ജ, അവൻ ഹജ്ജ് ചെയ്യാണ്, ഹജ്ജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു, അൽ ബൈത്ത, എവിടെ? കഅബത്തിങ്കൽ പോയി ഹജ്ജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. ഔ അല്ലെങ്കിൽ ഇഅ്തമറ, അവൻ ഉംറ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഫലാ ജുനാഹ അലൈ, അവൻ്റെ മേൽ കുറ്റകരമല്ല, അവന് കുറ്റമൊന്നുമില്ല. അയ്യത്തവ്വഫ ബിഹിമ, അവ രണ്ടിനും പ്രദക്ഷിണം ചെയ്യുക എന്നുള്ളത്, അഥവാ അതിൻ്റെ രണ്ടിൻ്റെയും അടുത്ത് സഅയ് നിർവഹിക്കുക എന്നത് കുറ്റകരമായ കാര്യമല്ല. അതെന്താ അങ്ങനെ പറയണേ എന്ന് ചോദിച്ചാൽ, അത് കുറ്റകരമായി കണ്ടിരുന്ന ആളുകൾ ഉണ്ടായിരുന്നു, അവിടെ സഅയ് ചെയ്യാതിരുന്ന ഒരു പറ്റം ആളുകൾ ഉണ്ടായിരുന്നു, അതിനെക്കുറിച്ച് പ്രവാചകനോട് ചോദിച്ചവരുണ്ടായിരുന്നു. ആ സമയത്താണ് ഈ ആയത്തിറങ്ങുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്കത് വിശദീകരിക്കാം. എന്നിട്ട് പറയണം, വമൻ തതവ്വഅ ഖൈറാ, ആരെങ്കിലും സൽക്കർമ്മങ്ങൾ ചെയ്യാൻ സന്നദ്ധനാകുന്നുവെങ്കിൽ, സ്വയം സന്നദ്ധനാകുന്നുണ്ടെങ്കിൽ, ഫഇന്നല്ലാഹ ശാക്കിറുൻ അലീം, തീർച്ചയായും അള്ളാഹു അങ്ങേയറ്റം നന്ദി കാണിക്കുന്നവനും സർവജ്ഞനുമാകുന്നു. ഷാക്കിർ, ശുക്ർ എന്ന് പറഞ്ഞാൽ നന്ദി, കൃതജ്ഞൻ. അലീം എന്ന് പറഞ്ഞാൽ സർവജ്ഞൻ, എല്ലാം അറിയുന്നവൻ. ആയത്ത് ക്ലിയർ ആണോ? അല്ലേ? ആയത്ത് ഓക്കെ ആണോ? ആയത്തിൽ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെയാണ് അല്ലേ? ഓക്കെ, എന്നാൽ നമ്മൾ ഇനി ഇതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ചില ചരിത്രങ്ങളിലേക്ക് പോവുകയാണ്. പ്രത്യേകിച്ച് ഇന്ന് ഈ പറഞ്ഞ പോലെ സൊഫ മറുവ നമുക്കെല്ലാവർക്കും പരിചയമുള്ള പദങ്ങളാണ്. ആദ്യം ആ വാചകം ഒന്നുകൂടി പറയാം. ഇന്ന സൊഫ വൽ മറുവത മിൻ ശഅഇരില്ല, തീർച്ചയായും സൊഫയും മറുവയും മിൻ ശഅഇരില്ല, അള്ളാഹുവിൻ്റെ ഷഈറത്തുകളിൽപ്പെട്ട, ഷഈറത്ത് എന്ന് പറഞ്ഞാൽ മതചിഹ്നങ്ങളിൽപ്പെട്ട ചിഹ്നങ്ങളാണ്. എന്നിട്ട് ആ ഒരു വാചകം, ആ സൊഫയും മറുവയും പിന്നെ അള്ളാഹുവിൻ്റെ മതചിഹ്നങ്ങളാണെന്ന് പറയുമ്പോൾ എന്താണ് സൊഫ, എന്താണ് മറുവ? നിങ്ങൾ ഹജ്ജിന് പോയ ആളുകൾക്ക് അല്ലെങ്കിൽ ഉംറക്ക് പോയ ആളുകൾക്ക് ഞാൻ ഈ പറയുന്നത് പെട്ടെന്ന് മനസ്സിലാവും. പോകാത്ത ആളുകൾക്ക് വേണ്ടിയാണ് കുറച്ചുകൂടി വിശദീകരിച്ച് പറയുന്നത്. പോകാത്ത ആളുകൾക്ക് അവസരങ്ങൾ അള്ളാഹു നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അങ്ങോട്ട് പോകാനുള്ളൊരു തൗഫീക്ക് അള്ളാഹു എല്ലാവർക്കും നൽകുമാറാവട്ടെ. കാരണം അതിൽ ഒന്നാമത്തെ ഒരു പോക്ക് പോയ ആളുകൾക്ക് അറിയാൻ പറ്റും. അവിടെ ഇങ്ങനെ പോയി നമ്മൾ പിന്നെ ഈ കാബ എന്ന് പറഞ്ഞാൽ ഒരു കുഴിയുടെ ഭാഗം പോലെയാണ്, അതായത് ഒരു താഴ്ഭാഗമാണ്. കാബയുടെ 4 ഭാഗം മലകളാണുള്ളത്. ആ ഓരോ മലക്കും ചരിത്രമുണ്ട്. ഒരു പക്ഷേ അജിയാദ് എന്ന് പറയുന്ന ഭാഗത്ത് പോയ ആളുകൾ ഉണ്ടാകും, അതായത് അവിടുത്തെ കൊട്ടാരം ഉണ്ട്, പിന്നെ അവിടുത്തെ രാജാവിൻ്റെ കൊട്ടാരം ഇതിനോട് ചേർന്നിട്ടുണ്ട്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള മലയാണ് ശരിക്കും അജിയാദ് മല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെറുപ്പത്തിൽ ആട് മേച്ച് നടന്നിരുന്ന സ്ഥലമാണ് ഈ അജിയാദ് മല എന്ന് പറയുന്നത്. അതിൻ്റെ അപ്പുറത്ത് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അതേപോലെ അബൂ താലിബ് ഒക്കെ ഷഅബ് അബി താലിബ് എന്ന പേരിൽ ഒരു മലഞ്ചെരുവിൽ പിന്നെ 3 വർഷത്തോളം ഭക്ഷണം കിട്ടാതെ, വെള്ളം കിട്ടാതെ, പച്ചിലയും പച്ചവെള്ളവും മാത്രം കുടിച്ചു എന്ന് പറയുന്ന പിന്നെ ആ ചരിത്രമുള്ളതും ഇതിനോട് സമീപത്താണ്. അതങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ പോയാൽ ഓരോ ഭാഗവും ചരിത്രങ്ങളാണ്, ഓരോന്നിനും അതിൻ്റെതായ ചരിത്രങ്ങളുണ്ട്. എത്രയെന്ന് ചോദിച്ചാൽ ഇപ്പൊ ഈ കഅബ എന്നുള്ളത് ഈ കാണുന്നത് മാത്രമല്ല, ഇതിൻ്റെ ഓരോന്നിനും ചരിത്രങ്ങളുണ്ട്. അതിലുള്ള ഹജറുൽ അസ്വദിന് ചരിത്രമുണ്ട്,
അതുപോലെ തന്നെ അതിലുള്ള പാത്തികൾ, ആ പാത്തി എന്തുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്, അതായത് അതിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഒലിക്കുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ, അത് എന്തുകൊണ്ട് ഉണ്ടാക്കപ്പെട്ടു. ചില ഭാഗത്ത് ഇങ്ങനെ പകുതിക്ക് മാത്രമായിട്ടൊരു ചുമര്, ഒരു ഹാഫ് ചുമര് പോലെ ഒന്ന് കണ്ടിട്ടുണ്ടാകും നിങ്ങൾ, കുറച്ച് മാത്രമായിട്ട്. പിന്നെ ഹിജർ ഇസ്മായിൽ എന്ന പേരിലൊക്കെ പല ആളുകളും പറയാറുള്ള ഒരു വാചകം, അതെന്തുകൊണ്ടുണ്ടാക്കപ്പെട്ടു, എന്താണ് അതിൻ്റെ ചരിത്രം. ഇങ്ങനെ ഒരുപാട് ഭാഗങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുണ്ട്. നമ്മളെല്ലാം കൂടി പറയാൻ സമയമില്ല. തൽക്കാലം നമുക്ക് സഫയും മറുവയും മാത്രം പറയാം. നമ്മൾ കാബ കാണുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ വാചകം ഒന്നും കൂടി പറയാം. നമ്മൾ ആദ്യമായിട്ട് കാബയുടെ ഭാഗത്തേക്ക് പോയാലേ, നമ്മൾ ഒരു പക്ഷേ ദൂരത്ത് തന്നെ ഇങ്ങനെ ബസ്സിൽ പോകുമ്പോൾ പിന്നെ ആ ക്ലോക്ക് ടവർ ഇങ്ങനെ കാണും. അപ്പോൾ നമുക്കൊരു സമാധാനം ഇങ്ങനെ വരും. പിന്നെ കുറച്ചും കൂടി ഇങ്ങനെ അടുത്തടുത്ത് പോയി അവസാനം നമ്മൾ ബസ് ഇറങ്ങി പിന്നെ കുറച്ച് നടക്കുക ചെയ്യുക. കാരണം നേർക്ക് നേരെ അതിൻ്റെ അടുത്ത് ബസ് പോകില്ല. ബസ്സാണെങ്കിലും ഒരു വാഹനം അതിൽ പോകില്ല, അതിൻ്റെ അടുത്ത് നിന്നിട്ട് പിന്നെ നമ്മൾ നടക്കുക വേണ്ടേ. അങ്ങനെ നടന്ന് അവസാനം ഉള്ളിലേക്ക് കയറി നമ്മളിങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങണ സമയത്തുണ്ടാകും ഒരു ഒരു ചെറിയ ഒരു കിളിവാതിലൂടെ നമ്മളിങ്ങനെ കാബ ഇങ്ങനെ കാണുന്ന രൂപം ഉണ്ടാകും. നമ്മൾ ആ സ്റ്റെപ്പ് ഇറങ്ങി ഇങ്ങനെ മത്താഫിലേക്ക്, മത്താഫ് എന്നാണ് ഈ തവാഫ് ചെയ്യുന്ന സ്ഥലത്തിന് പറയാം. താഴ്ഭാഗത്തുള്ളതിനാണ് പൊതുവെ മത്താഫ് എന്നുള്ള പ്രയോഗം പറയാറുള്ളത്. മുകൾ ഭാഗത്തുണ്ട്, അത് വേറെ തന്നെയാണ്. അപ്പോൾ ഈ അവിടേക്ക് ആളുകൾ ഇങ്ങനെ ആ തവാഫ് ചെയ്യണതും കാബ ഇങ്ങനെ അടുത്തിങ്ങനെ കാണുമ്പോൾ ഒരു പക്ഷേ നമ്മുടെയൊക്കെ കണ്ണിങ്ങനെ നിറയും. കാരണം എത്രയോ കാലങ്ങളായി നമ്മൾ ഫോട്ടോയിലും വീഡിയോയിലും മാത്രം കണ്ട, ഏറെ കാണണമെന്ന് ആഗ്രഹിച്ച ഒന്ന്, അതിങ്ങനെ കാണുമ്പോൾ നമ്മുടെ കൽബ് ഇങ്ങനെ പടയും. അള്ളാഹിനോട് കൂടുതൽ കൂടുതൽ നമുക്കിങ്ങനെ ഒരു അടുപ്പുണ്ടാകുന്ന ഒരു ഫീലിംഗ് നമുക്കുണ്ടാകും. ഞാനൊരു തവണ പോയ സമയത്ത് പിന്നെ കാസർഗോഡ് ഭാഗത്തുള്ള പിന്നെ ഒരു ടീം വന്നിട്ട്, അതിലൊരാൾ കുറച്ച് പ്രായമുള്ള ഒരാളായിരുന്നു. അയാൾ പിന്നെ ഇത് കാബ കണ്ടിട്ട്, തവാഫ് ചെയ്തിട്ടില്ല, കാബ കണ്ടിട്ട് ഇഹ്റാമിലായിരിക്കെ മൂപ്പര ഇങ്ങനെ കണ്ട് പെട്ടെന്ന് മൂപ്പർക്ക് ഇങ്ങനെ സന്തോഷം കൂടിയിട്ടുണ്ടാകുമല്ലോ, അത് ആ ഒരു പിന്നെ ഇതിൽ മൂപ്പർക്ക് ചെറിയൊരു പ്രയാസം ഉണ്ടായി. അവിടെ വെച്ചുകൊണ്ട് തന്നെ മരണപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ മയ്യത്ത് നമസ്കാരത്തിന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അന്ന് നേതൃത്വം പിന്നെ കുറേ മുമ്പാട്ടോ, ഒരു 5-6 കൊല്ലം മുമ്പുള്ള സംഭവമാണ്. പിന്നെ ഷെയ്ഖ് സുദൈസ് ആയിരുന്നു ഉണ്ടായിരുന്നു തോന്നുന്നു. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ വലിയ ഭാഗ്യം ലഭിച്ച ആളുകളും ആ കൂട്ടത്തിലുണ്ട്. പിന്നെ അവിടെ പോകുക എന്നുള്ളത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് എല്ലാവർക്കും നൽകുമാറാവട്ടെ. ഞാനത് ആത്മാർത്ഥമായിട്ട് പറയുന്നു. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ തീർച്ചയായും അതിനുള്ളൊരു അവസരം അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകുക തന്നെ ചെയ്യും. ഓക്കെ. അപ്പോൾ സഫ മറുവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഒരു മിനിറ്റ്. ഈ പിന്നെ കറുപ്പ് ഇതാണല്ലോ, ഈ കാണുന്നതാണ് നമ്മൾ സ്ഥിരമായി കാണാറുള്ള കാബ. നിങ്ങൾക്കറിയാം കാബ. ഇവിടെ നമ്മൾ തവാഫ് ചെയ്യും. ഇതിൻ്റെ തവാഫ് ഇങ്ങനെ കഴിഞ്ഞാൽ പിന്നെ ഏകദേശം ഈ ഭാഗത്തെത്തുമ്പോൾ, ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ തവാഫ് കഴിഞ്ഞ് നമ്മൾ ഇവിടുന്ന് എന്ത് ചെയ്യും, നിസ്കരിക്കും. ഇവിടെ ഇങ്ങനെ നിസ്കാരമുണ്ട്. അതായത് പിന്നെ മഖാം ഇബ്രാഹിം മുസല്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആയത്ത് പറഞ്ഞത് ഓർമ്മ ഉണ്ടല്ലോ. ഈ ഭാഗത്ത് വെച്ചിട്ടൊരു നിസ്കാരമുണ്ട്. ആ നിസ്കാരം കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ഇങ്ങനെ കയറുക ചെയ്യുക. ഇതാണ് സൊഫ മല എന്ന് പറയുന്നത്. മല എന്ന് പറഞ്ഞാൽ ഇപ്പം ഇന്ന് നമ്മൾ മലയൊന്നും കാണൂല, കാരണം ഫുള്ള് അത് ചില്ലിട്ട പോലെയാണുള്ളത്. നമുക്കിങ്ങനെ ഒരു പാറ പോലെ തോന്നും. ഓക്കെ. കാരണം അന്നുണ്ടായ അവസ്ഥയല്ല ഇന്ന്, പിന്നെ അത് മുഴുവൻ മാർബിൾ ചെയ്യപ്പെട്ട രൂപത്തിലാണുള്ളത്. അപ്പം ഇവിടുന്ന് ഇങ്ങനെ കയറി നമ്മളിങ്ങനെ കയറുമ്പോൾ തന്നെ ഇവിടെ വലിയൊരു ബോർഡ് ഉണ്ടാവും. ആ ബോർഡും എഴുതിയിട്ടുണ്ടാകും ഇന്ന സൊഫ വൽ മറുവത്ത മിൻ ശആഇരില്ലാ എന്ന് പറയുന്ന ഈ ആയത്ത് എഴുതിയിട്ടുണ്ടാകും. ആ സമയത്ത് ആ ആയത്ത് ഓതുകയും എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞൊരു വാചകമുണ്ട്, അബ്ദഉ ബിമാ ബദ അല്ലാഹു ബിഹി, അള്ളാഹു എന്തുകൊണ്ട് ആരംഭിച്ചോ അതുകൊണ്ട് ഞാനും ആരംഭിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ തുടങ്ങണ്ടേ. എന്നിട്ട് ഇങ്ങനെ കയറി ഇവിടെ നിൽക്കും. ഈ സഫയുടെ ഈ ഭാഗത്ത് നിന്നിട്ട് നമ്മൾ ഇങ്ങോട്ട് തിരിഞ്ഞിട്ട്, അതായത് നമ്മളെ കൈ ഇങ്ങോട്ട് തിരിച്ചിട്ട് കാബയിലേക്ക് തിരിഞ്ഞിട്ട് എന്ത് ചെയ്യും, നമ്മൾ കുറേ നേരം പ്രാർത്ഥിക്കും. കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കാൻ പ്രത്യേകം പറഞ്ഞ ഒരു സമയമാണിത്. ഞാൻ നിങ്ങൾക്ക് ഓരോന്നും വിശദീകരിച്ച് പറഞ്ഞു തരാം. അത് കഴിഞ്ഞ് ഇവിടുന്ന് തുടങ്ങി, നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു, തുടങ്ങിയിട്ട് ഇവിടെ ഫസ്റ്റ് ഇങ്ങനെ വരും. ഒന്നാമത്തെ ഇത് സഫയിൽ നിന്ന് മറുവയിലേക്ക്, സഫയിൽ നിന്നാണ് നമ്മൾ തുടങ്ങുക, പിന്നെ നേരെ മറുവയിലേക്ക് വരും. ഇവിടെ മറുവയിൽ എത്തിക്കഴിഞ്ഞ് വീണ്ടും ഇങ്ങനെ തിരിഞ്ഞിട്ട് ഇവിടെ വീണ്ടും കാബയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞിട്ട് ഇവിടുന്ന് വീണ്ടും പ്രാർത്ഥിക്കും. അതും ഇതേപോലെ കാബയിലേക്ക് തിരിഞ്ഞിട്ടുള്ള പ്രാർത്ഥനയാണ്. ഓക്കെ. അപ്പോൾ ഇവിടുന്ന് തുടങ്ങി, സഫയിൽ നിന്നും തുടങ്ങി മറുവയിൽ എത്തുമ്പോൾ ഒന്നായി.
പിന്നെ മറുവിന്ന് വീണ്ടും നേരെ സഫയുടെ ഭാഗത്തേക്ക് വീണ്ടും കയറും, അവിടുന്ന് വീണ്ടും പ്രാർത്ഥിക്കും അങ്ങോട്ട് തിരിഞ്ഞിട്ട്. അപ്പോൾ 2 പിന്നെ വീണ്ടും ഇങ്ങോട്ട് വരും 3, ഇവിടുന്ന് അങ്ങോട്ട് പോകും 4, അവിടുന്ന് ഇങ്ങോട്ട് വരും 5, ഇവിടുന്ന് അങ്ങോട്ട് പോകും 6, പിന്നെ സഫയിൽ നിന്ന് ഇങ്ങോട്ട് ഇങ്ങനെ വരും പുറത്തേക്ക്. 7ാമത്തത് നേരെ വരുന്നത് മറുവയുടെ ഭാഗത്തേക്കാണ്. നമ്മുടെ സാന്ദർഭികമായിട്ട് ചില ആൾക്കാർ ഈ പകുതിക്ക് വെച്ച് നിർത്തിയ ആൾക്കാരുണ്ട്. അവർക്കൊന്നും ഇതിനെക്കുറിച്ച് അറിയാത്തത് കൊണ്ടായിരിക്കും. അതാണ് അത് പൂർത്തിയാക്കിയിട്ട് ഇതിലൂടെ തന്നെ ഇറങ്ങണം എന്നുള്ളതാണ്. അതൊക്കെ അറിയാത്തവരുണ്ട്. ഏതായിരുന്നാലും നമ്മൾ വിഷയം എന്താണ് ഉംറ എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചല്ല, സഫ മറുവ എന്ന് പറയുന്ന ഈ ഒരു സ്ഥലവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഈ 2 മലകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനിടയിലുള്ള സ്ഥലത്ത് നമ്മളിങ്ങനെ നടക്കുന്നതിനാണ് പൊതുവെ സഅയ് എന്ന് പറയുക. ഇത്രയും എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ ആണോ? ഓക്കെ, അപ്പോൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ സഫയും മറുവയും എന്താന്നുള്ളത് മനസ്സിലായി. ഇനി നമ്മൾ ഇപ്പം ഇതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം എന്താണ് സഫ എന്താണ് മറുവ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി. ഇനി അതെന്താണ്, അതിൻ്റെ പേരെന്തുകൊണ്ട് കിട്ടി, അത് എവിടെയാണ് ഇപ്പോൾ ഉള്ളത്, പണ്ട് എങ്ങനെയായിരുന്നു, ആ കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് പറയാം. സൊഫ എന്നുള്ളത് സൊഫാത്ത് എന്ന ഒരു പദവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. സൊഫാത്ത് എന്ന് പറഞ്ഞാൽ വീതി കൂടിയ കട്ടിയും മിനുസവുമുള്ള കല്ല്. കട്ടിയുള്ള കല്ലാണ് ശരിക്ക് സൊഫയുടെ ഭാഗത്തുണ്ടാകുക. നേരത്തെ ഞാൻ പറഞ്ഞു കഅബയിൽ നിന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും അടുത്ത് നിൽക്കുന്നത് സൊഫയാണ്. ഏറ്റവും അടുത്ത് നിൽക്കുന്നത് സൊഫയാണ്. ഏകദേശം കഅബയിൽ നിന്ന് 130 മീറ്റർ അകലെയാണ് ഈ സൊഫ ഉള്ളത്. ഓക്കെ, ഇതാകട്ടെ അതിൻ്റെ തൊട്ടടുത്ത് അബൂ ഖുബൈസ് മലയാണ്. അതിനൊക്കെ ആ പേരൊക്കെ കിട്ടാൻ, ആ ഒരു മലക്ക് ആ പേര് കിട്ടാൻ വരെ ചരിത്രങ്ങളുണ്ട്. നമ്മൾ അതിലേക്കൊന്നും പോണില്ല. മറുവ എന്നുള്ളത് തൊട്ടുപ്പുറത്തുള്ളത്, ഇപ്പുറത്ത് കാണുന്നുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്നു, മൗണ്ട് മറുവ എന്ന് പറയുന്നത്. അതിന് മൃദുലവും വെളുത്തതുമായ കല്ല് എന്നാണ്. അതായത് സൊഫയിലെ ഒരു കല്ല് എടുത്തിട്ട് മറുവയിലെ കല്ലടിച്ചു കഴിഞ്ഞാൽ മറുവയുടെ ഭാഗം പൊട്ടിപ്പോകും. സൊഫയുടെ ഭാഗത്തുള്ള കല്ല് കട്ടിയുള്ളതാണ്, മറുവയുടെ ഭാഗത്തുള്ളത് മൃദുലമാണ്. അതൊക്കെ പണ്ഡിതന്മാർ കൃത്യമായിട്ട് അതിനൊക്കെ ഓരോ കാരണങ്ങളൊക്കെ വിശദീകരിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ അതിലേക്കൊന്നും പോണില്ല. ഇത് കഅബയിൽ നിന്ന് ഏകദേശം 300 മീറ്റർ അകലെയാണുള്ളത്. അതാകട്ടെ ഖുഐഖിയാൻ മലയുടെ സമീപത്താണ്. ഖുഐഖിയാൻ ഒരു മലയുടെ പേരാണ്, ജബൽ ഖുഐഖിയാൻ. നിങ്ങൾക്ക് ആ ഒരു അവിടെ പോയ ആളുകൾക്ക് അറിയാൻ പറ്റും. അവിടെ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി നമ്മൾ ഇങ്ങനെ നീങ്ങുമ്പോഴാണ് ശരിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചു എന്ന് പറയപ്പെടുന്ന ആ ഒരു വീട് നമുക്ക് കാണാൻ കഴിയുക. അതിന് കുറച്ചും കൂടി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടുന്ന് നോക്കിയാലാണ് ഇന്നത്തെ രാജാവിൻ്റെ കൊട്ടാരം നമുക്ക് കാണാൻ കഴിയുക. അവിടെയൊക്കെ കുറേ ചരിത്രങ്ങൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് സഫ, എന്താണ് മറുവ, ആ ഒരു കുന്നുകളെക്കുറിച്ച് നമുക്ക് മനസ്സിലായി. അതിൻ്റെ ആ ഒരു പേരിൻ്റെ യാഥാർത്ഥ്യം, അല്ലെങ്കിൽ ആ പേരിനോട് എന്തുകൊണ്ട് ആ പേര് കിട്ടി എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കി. ഇനിയുള്ളത് ആ 2 കാര്യങ്ങൾ, സ്ഥലങ്ങളെക്കുറിച്ച് ഒന്നുകൂടി പറയണം. കഅബയുടെ അടുത്തായി സ്ഥിതി ചെയ്യുന്ന 2 ചെറിയ കുന്നുകളാണ് സഫയും മറുവയും. കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇവിടെയാണ് സഅയ് നടത്തുക. രണ്ടും തമ്മിലുള്ള ദൂരം, സഅയ് നടക്കുക എന്ന് പറഞ്ഞാൽ ഏകദേശം 770 മുഴമാണ്, അഥവാ 260 മീറ്റർ ആണ് നടക്കുക. അവിടുന്ന് ഇങ്ങോട്ട് 260 മീറ്റർ, ഇവിടുന്ന് അങ്ങോട്ട് 260, അവിടുന്ന് ഇങ്ങോട്ട് 260, ഇവിടുന്ന് അങ്ങോട്ട് ഇങ്ങനെ പോകണം കേട്ടോ. ഏകദേശം മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഈ ഒരു 2 മലകളുടെ സംബന്ധിച്ച് അബൂ ഖുബൈസ് മലയും അതേപോലെ തന്നെ ഖുഐഖിയാൻ മലയും, ഇത് ചരിത്രത്തിൽ അതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസിൽ അഖ്ശബൈൻ എന്ന ഒരു പേര് വന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. നേരെ ശ്രദ്ധിക്കുക, ചരിത്രം ചെറിയ രൂപത്തിലൊന്ന് പറയാം. ഏതാണ് ആ മല എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അതായത് ഇപ്പോൾ പറഞ്ഞ സൊഫയുടെയും മറുവയുടെയും, സൊഫയുടെ ഭാഗത്തൊരു മലയുണ്ട്, മറുവയുടെ ഭാഗത്തൊരു മലയുണ്ട്, അല്ലെങ്കിൽ ആ പറയപ്പെട്ട ഖുഐഖിയാൻ മലയുടെ ഒരു ഭാഗമാണ് മറുവ, അല്ലെങ്കിൽ അബൂ ഖുബൈസ് മലയുടെ ഒരു ഭാഗമാണ് സൊഫ. ഈ രൂപത്തിൽ പണ്ഡിതന്മാർ വിശദീകരിച്ചവരുണ്ട്. ഈ 2 മലയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചേർത്തുകൊണ്ട് പറഞ്ഞതാണ് അഖ്ശബൈൻ എന്നുള്ളത്. ആ പേര് വന്നത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ത്വായിഫിലേക്ക് പോയ ഒരു രംഗമുണ്ട്. നിങ്ങൾക്കറിയാം, മക്കയിൽ നിന്ന് ത്വായിഫിലേക്ക് ഏകദേശം ഒരു 100 കിലോമീറ്ററാണ്. 80 കിലോമീറ്റർ വേറെ വഴിയുണ്ട്, ഏകദേശം ഒരു 100 കിലോമീറ്റർ പറയാം. അവിടേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോയി. എപ്പോൾ എന്ന് ചോദിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് താങ്ങും തണലുമായി നിന്നിരുന്ന ഖദീജ റളിയല്ലാഹു അൻഹ വഫാത്തായി.
അതുപോലെ തന്നെ പ്രവാചകന്റെ ഒപ്പം നിന്നിരുന്ന പിന്നെ പ്രവാചകന്റെ എളാപ്പ അബൂ ത്വാലിബും വഫാത്തായി, മരണപ്പെട്ടു. ഇവര് മരിച്ചതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ഉമ്മാന്റെ കുടുംബമായിട്ടുള്ള ത്വായിഫുകാരുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതീക്ഷിച്ചത് ഇവർ തങ്ങളെ സംരക്ഷിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു തരും എന്നുള്ളതായിരുന്നു. പക്ഷെ അവർ സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല, ചരിത്രത്തിൽ കാണാൻ പറ്റും ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരിലെ പ്രധാനികളായ 4-5 നേതാക്കന്മാരെ ഒരു ഭാഗത്തേക്ക് വിളിച്ചിരുത്തി. എന്നിട്ട് അവരോട് പറഞ്ഞു കൊടുക്കുകയാണ് ആദ്യമായിട്ട് അവരോടാണ് പറഞ്ഞു കൊടുക്കുന്നത് ഈ ദീനിന്റെ കാര്യങ്ങൾ. അവരത് സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല, അവരെതിർത്തു. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ സ്വീകരിക്കണില്ലെങ്കിൽ വേണ്ട, എന്നാൽ ഞാൻ എൻ്റെ പ്രബോധനവുമായിട്ട് ഇറങ്ങട്ടെ, നിങ്ങളായിട്ട് എന്ത് ചെയ്യരുത്, ഒരു എതിർപ്പുമായിട്ട് വരരുത് എന്ന് പറഞ്ഞു. അതും അവർ കേട്ടില്ല. അവർ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ അവിടുത്തെ തെണ്ടിപ്പിള്ളേരെ വിളിച്ചിട്ട് പറയണതാ, ഇവൻ ഒരു പ്രശ്നക്കാരനാണ്, ഇവൻ എറിഞ്ഞോടിക്കണം. ആ 4-5 ആളുകൾ നബിയെ സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ ഒരുപാട് പ്രവർത്തനങ്ങൾ നിർവഹിച്ച ആളുകളായിരുന്നു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് തിരിച്ചു വരികയാണ്. ശത്രുക്കൾ അഴിച്ചുവിട്ട ഈ തെമ്മാടി പിള്ളേര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എറിഞ്ഞ് പ്രവാചകന്റെ തല പൊട്ടി രക്തം വരുന്നുണ്ട്, ശരീരമാസകലം കല്ലുകൊണ്ട പരിക്കുണ്ട്, കാല് ചവിട്ടാൻ പറ്റാത്ത രൂപത്തിൽ വേദനയിലായിട്ടുണ്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്ന സമയത്ത് ഒരു ഭാഗത്ത് നബി എത്തി, ത്വായിഫിൽ നിന്ന് തിരിച്ചു വരികയാണ്. അപ്പോഴാണ് ജിബ്രീൽ അലൈഹിസ്സലാം വരുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, ജിബ്രീലിന്റെ കൂടെ ഒരു മലക്ക് കൂടി ഉണ്ടായിരുന്നു, മലക്കുൽ ജിബാൽ, മലയുടെ മലക്ക്, മലകളുടെ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ടൊരു മലക്കുണ്ട്. ആ മലക്കിനെ കാണിച്ചിട്ട് പറയുകയാണ്, അള്ളാഹുവിൻ്റെ റസൂലെ, അള്ളാന്റെ അനുവാദം കിട്ടിയിട്ടുണ്ട് ആ ത്വായിഫുകാരായ ആളുകളെ നശിപ്പിക്കാൻ. അവർക്ക് മുകളിൽ അഹ്ശബൈൻ ഇടാനാണ് തീരുമാനം. അഹ്ശബൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയപ്പെട്ട 2 മലകൾ കൊണ്ടുവന്നിട്ട് ത്വായിഫുകാരുടെ തലയിൽ അല്ലെങ്കിൽ അവരുടെ മുകളിൽ നിന്ന് താഴേക്ക് ഇടുക. ഇതാണ് തീരുമാനമുള്ളത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, അവർ അറിവില്ലാത്ത വിഭാഗമാണ്, അവരിൽ നിന്ന് ഒരുപാട് ദീന് പഠിക്കുന്ന ആളുകളാണ് ഉണ്ടാവേണ്ടത്, അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഒരു ഉദ്യമത്തിൽ നിന്ന് അവരോട് മാറി നിൽക്കാൻ വേണ്ടി പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ത്വായിഫുകാരായ ആളുകൾക്ക് വിട്ടുവീഴ്ച നൽകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. ഇതിലൊക്കെ ഒരുപാട് ചരിത്രങ്ങളുണ്ട് കേട്ടോ. കാരണം പിന്നീടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അന്ന് നടത്തിയ പ്രാർത്ഥനയാണ് ചരിത്രത്തിൽ ത്വായിഫുകാരായ ആളുകൾ, ഒരുപാട് പണ്ഡിതന്മാർ അതിൽ നിന്നുണ്ടാകുന്നുണ്ട്. നമ്മൾ ഇപ്പോഴും ത്വായിഫിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ പ്രഗത്ഭമായൊരു പള്ളിയുണ്ട്. ആർക്കാ പറയാൻ പറ്റുക? ത്വായിഫിലെ പ്രഗത്ഭമായൊരു പള്ളിയുണ്ട്. ത്വായിഫിൽ പോയി കഴിഞ്ഞാലുള്ളൊരു പള്ളി, എല്ലാവരും അവിടെ പോകാറുണ്ട്. ഒരു സ്വഹാബിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ആ പള്ളിയുടെ പേരാണ്. ആർക്കെങ്കിലും അറിയോ? പോയ ആരെങ്കിലും ഉണ്ടോ? മസ്ജിദ് ഇബ്നു അബ്ബാസ് അല്ലേ? ബ് എന്നുള്ളതായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. ഓക്കെ, അഹ്സൻതി. മസ്ജിദ് ഇബ്നു അബ്ബാസ് വലിയൊരു പള്ളിയാണ്, ഒരുപാട് പ്രത്യേകതകളുള്ള പള്ളിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവനായ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അവിടെ വെച്ചിട്ടാണ് തൻ്റെ ദർസ് നടത്തിക്കൊണ്ടിരുന്നത്, ദീനിയായ പഠനങ്ങൾ നടത്തിയിരുന്നത്. എല്ലാവരും മക്കത്തേക്കും മദീനത്തേക്കും പോകുമ്പോൾ അദ്ദേഹം ത്വായിഫിൽ വന്നിട്ടാണ് നിന്നത്. അവരൊക്കെ ഒരു ചരിത്രമുണ്ട്. അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, എല്ലാവരും മക്കത്തും മദീനത്തും പോയി താമസിക്കാൻ വേണ്ടി അവിടുത്തെ പുണ്യങ്ങൾ പ്രതീക്ഷിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് അവിടുന്ന് മാറിയിട്ട് ഈ മലനിരകളിലേക്ക് വന്ന് അല്ലെങ്കിൽ ഇവിടെ വന്ന് നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? അതിന് അദ്ദേഹം കൊടുക്കുന്ന ഒരു മറുപടി ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരെ ശ്രദ്ധിക്കണം കേട്ടോ, നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഈ മക്കത്ത് പോയിട്ട് മദീനത്തൊക്കെ പോയിട്ട് അവിടെ ഇരുന്ന് സിഗരറ്റ് വലിക്കണ മനുഷ്യന്മാരുണ്ട്, അവിടെ പോയിരുന്നിട്ട് സിനിമ കാണുന്ന ആൾക്കാരുണ്ട്, അവിടെ പോയിരുന്നിട്ട് എന്താണ് മോഷണം നടത്തുന്ന ആൾക്കാരുണ്ട്, ഇങ്ങനത്തെ പല കാര്യങ്ങളും ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവിടെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്ന കാര്യം, അവിടെ അത്രയും ഫദിലുള്ള ഒരു സ്ഥലമാണെങ്കിൽ ആ ഫദിലുള്ള സ്ഥലത്ത് വെച്ച്, ആ ഹുറുമത്താക്കപ്പെട്ട സ്ഥലത്ത് വെച്ചുകൊണ്ട് ഒരാൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം അതിൻ്റെ ഗൗരവം കൂടൂലേ? അറിയാതെയാണെങ്കിലും ചില പിഴവുകൾ സംഭവിക്കുമ്പോൾ അത് റബ്ബിനോട് എന്ത് പറയും എന്നുള്ളൊരു ഭയപ്പാടിലാണ് ഞാനുള്ളത്. അതൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മുൻഗാമികൾക്കുണ്ടായിരുന്ന ആ ഒരു പേടി, അവർക്കുണ്ടായ ആ ഒരു ഗൗരവമാണ്, അല്ലെങ്കിൽ അതാണ് എന്ത് ചെയ്തത്, അവരൊക്കെ വലിയ മാറ്റങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയത്. ഓക്കെ, ഏതായിരുന്നാലും ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ചുരുക്കം,
ഈ രണ്ട് പിന്നെ മലകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില ചരിത്രങ്ങളാണ്. ഇനി ഈ ഒരു സൊഫയെക്കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ അവിടെ വെച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില പ്രസംഗങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഈ സൊഫയുടെ ചരിത്രം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിലൊന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായിട്ട് പരസ്യ പ്രബോധനം നടത്തുന്നത് ഈ സൊഫയുടെ ഭാഗത്ത് വെച്ചിട്ടാണ്. ആദ്യമായിട്ട് പരസ്യ പ്രബോധനം നമുക്ക് ചരിത്രത്തിൽ കാണാൻ പറ്റും. പിന്നെ വിശുദ്ധ ഖുർആനിൽ സൂറത്ത് ഷൂറായിൽ ഒരു ആയത്തിറങ്ങി, വഅൻദിർ അശീറത്തക്കൽ അഖറബീൻ എന്ന് പറയുന്ന ആയത്ത്. ആ ആയത്ത് ഇറങ്ങാണ്. അതിൽ എന്താ ആയത്തിന്റെ അർത്ഥം എന്ന് വെച്ചാൽ, പ്രവാചകരെ നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിനെ താക്കീത് ചെയ്യണം എന്ന് പറയുന്ന ഒരായത്ത്. ആ ആയത്ത് കേട്ടതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൊഫയുടെ ഭാഗത്തേക്ക് കയറിയണം. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരും വിളിച്ചു. അതിൽ നബിയുടെ കുടുംബക്കാരുണ്ട്, അമ്മായിയുണ്ട്, എളാപ്പുണ്ട്, മുത്താപ്പുണ്ട്, പിന്നെ എത്രത്തോളം എന്നാൽ കുട്ടിയായിരിക്കുന്ന ഫാത്തിമ ബീബിനെ അടക്കം പേരെടുത്തുകൊണ്ട് വിളിച്ചു. എല്ലാവരും വിളിച്ചു. കാരണം കുടുംബക്കാർക്ക് താക്കീത് ചെയ്യണം എന്നാണല്ലോ പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്ന ഒരു ചോദ്യമാണെന്ത്, ഈ സൊഫയുടെ അപ്പുറത്ത് നിന്നുകൊണ്ട് നിങ്ങളെ ഒരു പിന്നെ സൈന്യം ആക്രമിക്കാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ വിശ്വസിക്കുമോ? ആ സമയത്ത് അവർ പറഞ്ഞു, തീർച്ചയായും വിശ്വസിക്കും. കാരണം മുഹമ്മദ് നീ അൽ അമീനാണല്ലോ. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ബോധ്യപ്പെടുത്തലാണ്. നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടോ, നിങ്ങൾക്ക് അനുസരിക്കാൻ റെഡിയാണോ എന്നൊരു തോന്നൽ. ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വീണ്ടും അവരോട് പറയുന്ന ഒരു കാര്യമാണ്, എങ്കിൽ ഞാൻ നിങ്ങളിലേക്കുള്ള പ്രവാചകനാണ്. ഇത് പറഞ്ഞുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യണത്, സൊഫയുടെ ഭാഗത്ത് വെച്ചുകൊണ്ട് ഇസ്ലാമിനെ ആദ്യമായിട്ട് പരസ്യ പ്രബോധനത്തിലേക്ക് തൻ്റെ കുടുംബക്കാരെ വിളിച്ചുകൊണ്ട് നടത്തുന്നത്. അപ്പോഴാണ് തബ്ബല്ലക യാ മുഹമ്മദ് അലിഹാദ ജമാഅത്തിന, മുഹമ്മദെ നിനക്ക് നാശം, നീ ഇതിനു വേണ്ടിയാണോ ഞങ്ങളെ വിളിച്ചു കൂട്ടിയത് എന്നും ചോദിച്ചുകൊണ്ട് ഒരാൾ രംഗപ്രവേശനം ചെയ്തത്. അല്ലേ? ആരാണ് ആ കൈ കുടഞ്ഞ മനുഷ്യനാരാ? കൈ കുടഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരെ നിന്നത് ആരായിരുന്നു? ആർക്കാ പറയാൻ പറ്റുക? അയാൾക്കുള്ള മറുപടി അപ്പോൾ ഉടനെ തന്നെ അള്ളാഹു നൽകുകയും ചെയ്തു. ആരാണത്? അബൂലഹബ്. ഓക്കെ അല്ലേ? അഹ്സൻതി. അബൂലഹബ് ലഅനത്തുല്ലാഹി അലൈഹി. ഈ അബൂലഹബാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരെ ആദ്യമായിട്ട് എന്ത് ചെയ്തത്, എതിർപ്പുമായിട്ട് കടന്നു വന്നത്. ഇത് സൊഫയുടെ ഭാഗത്തുണ്ടായ ഒരു ചരിത്രമാണെങ്കിൽ നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ആദ്യത്തെ പ്രബോധനം, പിന്നെ ഇസ്ലാമിലെ ഒന്നാമത്തെ മദ്രസ അല്ലെങ്കിൽ ഒന്നാമത്തെ കോളേജ്, ഒന്നാമത്തെ പിന്നെ യൂണിവേഴ്സിറ്റി ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിനൊക്കെ ഒറ്റ പേരുള്ളൂ, ദാറുൽ അർഖം എന്ന. അർഖം ഇബ്നു അബിൽ അർഖം റളിയല്ലാഹു അൻഹുവിന്റെ വീടാണത്. അർഖം ഇബ്നു അബിൽ അർഖം ഒരു കുട്ടിയായിരുന്നു നാം, ഈ അർഖം റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ചിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സൊഫയുടെ സമീപത്ത്, അവിടെ പിന്നെ അതിനോട് ചേർന്നിട്ടുള്ള ഒരു ഭാഗത്തായിരുന്നു ഈ അർഖം റളിയല്ലാഹു അൻഹുവിന്റെ വീടുണ്ടായിരുന്നത്. അതാണ് ഇസ്ലാമിലെ ഒന്നാമത്തെ നബി ഖുർആൻ ക്ലാസ് എടുത്തിരുന്ന സ്ഥലം എന്ന് പറയാം. നമ്മൾ സ്വഹാബത്തിന്റെ മർത്തബകൾ നോക്കിക്കഴിഞ്ഞാൽ സ്വഹാബത്തിന് മർത്തബകളുണ്ട്, 7 മർത്തബകളുണ്ട്, ഓരോ സ്ഥാനം. അതിൽ ഒന്നാമത്തെ സ്ഥാനം ആർക്കാണെന്നറിയോ? നമ്മൾ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട എല്ലാ ആളുകളും അതിലില്ല. ഒന്നാമത്തെ സ്ഥാനം ദാറുൽ അർഖമിൽ വെച്ചുകൊണ്ട് മുസ്ലിമായ ആളുകൾ, അതായത് അർഖം റളിയല്ലാഹുവിന്റെ വീട്ടിൽ ആ പ്രബോധനം ചെയ്യുന്ന സമയത്ത് തന്നെ മുസ്ലിമാകാൻ ഭാഗ്യം ലഭിച്ച വളരെ ചുരുക്കം ആളുകളുണ്ട്. അതിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ട്, അതുപോലെ തന്നെ സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു ഉണ്ട്. അതുപോലെ വളരെ ചുരുക്കം ആളുകൾ, വളരെ കുറഞ്ഞ ആളുകളാണ് ആ ഒരു സമയത്ത് മുസ്ലിം ആയിട്ടുള്ളൂ. ഓക്കെ, അതാണ് ഈ ദാറുൽ അർഖം. ഒന്നാമത്തെ മദ്രസ എന്നോ കോളേജ് എന്നോ യൂണിവേഴ്സിറ്റി എന്നോ എന്ത് വേണമെങ്കിലും പറയാം. അതാണ് സൊഫയുടെ പരിസരത്തുണ്ടായിരുന്നത്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഅയ് ആരംഭിച്ചത് സൊഫയുടെ ഭാഗത്ത് വെച്ചായിരുന്നു. അത് ഞാൻ നേരത്തെ പറഞ്ഞു, ആ ആയത്ത് ഇന്ന സഫ വൽ മർവത മിൻ ശആയിരില്ലാ എന്ന ആയത്ത് ചൊല്ലി പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കയറുന്ന സമയത്താണ് പറഞ്ഞത് അബ്ദഉ ബിമാ ബദ അല്ലാഹ്, അള്ളാഹു എന്തുകൊണ്ട് ആരംഭിച്ചോ അതുകൊണ്ട് ഞാനും ആരംഭിക്കുന്നു. കാരണം അള്ളാഹ് ആരംഭിച്ചത് ഇന്ന സഫ എന്ന് പറഞ്ഞിട്ടാണല്ലോ, സഫ പറഞ്ഞിട്ടാണ് ആരംഭിച്ചത്, അതുകൊണ്ട് ഞാനും സഫ കൊണ്ട് ആരംഭിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തത്, സൊഫയുടെ ഭാഗത്ത് നിന്ന് കയറിയത്. ഇനി ഇവിടെ നമ്മൾ പറയേണ്ട ഒരു ഭാഗമാണ് സൊഫയിൽ നിന്ന് മറവയിലേക്ക് പോകുന്ന ആ ഒരു നടത്തം. പൊതുവെ സഅയ് എന്നാണ് അതിന് പറയാം. നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ഏകദേശം 260 മീറ്ററോളം ഉണ്ട് ഇതിൻ്റെ ഭാഗം. പക്ഷെ സത്യത്തിൽ അതല്ല, അതിൽ കൂടുതലാണ്. നമ്മൾ ഹാജറ ബീവിന്റെ ചരിത്രം വായിക്കുമ്പോൾ ഇന്ന് നമ്മൾ കാണുന്ന സഫയും അല്ല മറുവയും അല്ല.
ഇന്നുള്ള സൗകര്യങ്ങളൊന്നുമില്ല. ഞാൻ ഈ പറയുന്നത് ഇനി നിങ്ങൾ നല്ല ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെയും ഹാജറ ബീവിയുടെയും ചരിത്രം വായിക്കുമ്പോൾ തീർച്ചയായും ഈ സഅയിന് വലിയ ഒരു സ്ഥാനമുണ്ട്. നമുക്കറിയാം, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ആദ്യ ഭാര്യയാണ് സാറാ ബീവി. അവരിൽ മക്കൾ ഉണ്ടായിരുന്നില്ല. പിന്നീട് ഇബ്രാഹിം നബിയും സാറാ ബീവിയും കൂടി അവരാദ്യം ജനിച്ചത് ഇറാഖിലാണ്. പിന്നീട് അവർ സിറിയയിലേക്ക് പോയി. അവിടുന്ന് പിന്നീട് അവർ ഈജിപ്തിലേക്ക് പോവുകയാണ്. ഈജിപ്തിലെത്തി അവിടുത്തെ ഒരു രാജാവ്, ഹാജറ ബീവി എന്ന് പറഞ്ഞാൽ ഞാനതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ലോകത്ത് ഏറ്റവും കൂടുതൽ സൗന്ദര്യമുള്ള സ്ത്രീയെ പരിചയപ്പെടുത്തുകയാണെങ്കിൽ അതിൽ സ്വർഗസ്ത്രീയായ ഹവ്വ ബീവിയാണ് ഒന്നാം സ്ഥാനം. രണ്ടാം സ്ഥാനം സാറാ ബീവിക്കാണുള്ളത്. അത്രയും സൗന്ദര്യമുള്ള ആളായിരുന്നു. ആ സൗന്ദര്യം കണ്ടതുകൊണ്ട് തന്നെ അവിടുത്തെ ഒരു രാജാവിന് ഈ ഹാജറ സാറാ ബീവിയെ കൊടുക്കാൻ വേണ്ടി, ആ ചരിത്രം നിങ്ങൾക്കറിയാം. അതിനിടയിൽ അള്ളാഹുവിൻ്റെ സഹായങ്ങൾ ഉണ്ടാകുകയും ആ രാജാവിന് സാറാ ബീവി ഒന്നും ചെയ്യാൻ കഴിയാതിരിക്കുകയൊക്കെ ചെയ്തു. അവസാനം അവർ തിരിച്ചു വരുന്ന സമയത്ത് ഈ ഈജിപ്തിലെ രാജാവ് സാറാ ബീവിക്ക് സമ്മാനമായി കൊടുത്തതാണ് ഹാജറിനെ. അത് ഒരു അടിമ സ്ത്രീയായിരുന്നു എന്നും അതല്ല അവരുടെ മകളായിരുന്നു എന്നൊക്കെ നമുക്ക് കാണാൻ കഴിയും. കാരണം അത്രയും ഒരു സ്ഥാനം സാറാ ബീവിക്ക് ആ രാജാവ് കൊടുത്തു. കാരണം അവരെ പ്രാപിക്കാൻ വേണ്ടി നോക്കിയിട്ട് അയാൾക്ക് അനങ്ങാൻ പറ്റാത്തൊരവസ്ഥ. അപ്പം എന്തോ ഒരു പ്രത്യേകത സാറാ ബീവിക്ക് ഉണ്ട് എന്നുള്ള നിലക്ക് തന്നെയാണ് ആ രാജാവ് മനസ്സിലാക്കിയത്. അങ്ങനെ തിരിച്ചു വന്ന് പിന്നീട് സാറാ ബീവി ഹാജറ ബീവിയെ ഇബ്രാഹിം നബിക്ക് നൽകണം, അവരെ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം അവരെ വിവാഹം കഴിച്ചു. അവരിൽ മകനുണ്ടായി. അതാണ് ഇസ്മായിൽ നബി അലൈഹി സ്വലാം. പിന്നീട് അവർക്കിടയിൽ ഒരു പ്രയാസങ്ങൾ ഉണ്ടാകാൻ തുടങ്ങിയപ്പോൾ അള്ളാഹുവിൻ്റെ കൽപ്പന വരികയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് ഹാജറിനെയും മകനായ ഇസ്മായിലിനെയും ഫലസ്തീനിൽ നിന്ന് മക്കയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ഇസ്മായിൽ നബി അലൈഹി സ്വലാം ജനിക്കുന്നത് ഫലസ്തീനിൽ വെച്ചാണ്, ഷാമിൽ വെച്ചിട്ടാണ്. അവിടുന്ന് പിന്നീട് മക്കത്തേക്ക് വരാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ കുറച്ച് വെള്ളവും കുറച്ച് കാരക്കയും ഒക്കെ എടുത്ത് അവർ വന്നു. വേറെ ഒന്നുമില്ല. ഇന്ന് കഅബയുള്ള ഭാഗത്ത് ഹാജറിനെ നിർത്തി മകനെ കയ്യിൽ കൊടുത്തു. ഇബ്രാഹിം നബി തിരിച്ച് നടക്കണം. കുറച്ച് ദിവസം ഇവിടെ നിൽക്കട്ടെ, ഇവിടെ ആരെങ്കിലും ഉണ്ടോ നോക്കണം, ഒന്നുമില്ല. അള്ളാന്റെ കൽപ്പനയാണ്, ഇവിടെ നിർത്തണം, തിരിച്ചു പോകണം. ഭാര്യനെ അവിടെ നിർത്തി, കുട്ടിനെ കയ്യിൽ ഏൽപ്പിച്ചു. കുറച്ചുള്ള ഭക്ഷണമുണ്ട്, കുറച്ച് വെള്ളമുണ്ട്, അവിടെ കൊടുത്തു, തിരിച്ചുപോയി. ആ പോകുന്ന സമയത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് ഹാജറ ബീവി വിളിച്ചു ചോദിക്കുന്ന ചോദ്യമുണ്ട്. യാ ഇബ്രാഹിം, അല്ലാഹുല്ലദീ അമറക്. ഇബ്രാഹിം, ഇത് അള്ളാന്റെ കൽപ്പനയാണോ? അതിന് മുമ്പ് ചോദിക്കുന്നുണ്ട്, ഇവിടെ ഒരാളും ഇല്ലാത്ത, ഒരു മനുഷ്യക്കുഞ്ഞു പോലും ഇല്ലാത്ത, ഒരു ജീവിയെയും കാണാത്ത ഈ ഒരു മരുഭൂമിയിൽ എന്നെയും കുട്ടിനെയും നിങ്ങൾ ആക്കുകയാണോ? ഇവിടെ നമ്മൾ പറയുമ്പോൾ നേരെ മനസ്സിലാക്കണം, ഇന്നുള്ള മക്കയല്ല. ഇന്ന് നമ്മൾ കഅബ എന്ന് പറയുമ്പോൾ അതിൻ്റെ ചുറ്റും ഒരുപാട് കെട്ടിടങ്ങളുണ്ട്. വലിയ വലിയ മണിമാളികളെ പോലുള്ള കെട്ടിടങ്ങളുണ്ട്. ഏത് സാധനവും കിട്ടുന്ന സൗകര്യങ്ങളുണ്ട്. നമ്മളൊരു നിസ്കാരം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ഒരുപാട് ആളുകൾ വെള്ളവുമായിട്ടും ഭക്ഷണവുമായിട്ടും വരുന്ന സൗകര്യങ്ങളുണ്ട്. ഇനി ഒന്നുമില്ലെങ്കിൽ തന്നെ അവിടെ കുടിക്കാനും കഴിക്കാനും ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത സംസമുണ്ട്, അവിടെ സഹായിക്കാൻ ആളുണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. എന്നാൽ ഹാജറാബി അവിടെ നിൽക്കുന്ന സമയത്ത് ഈ മക്കയിലെ ഈ കഅബ പോലും ഇല്ല. പിന്നെ ഇപ്പോൾ വേറെന്താ ഉണ്ടാകുക? ഒന്നുമില്ല. ഒരു 4 ഭാഗവും മലകളുള്ള, അതിൻ്റെ താഴ്ഭാഗം ഒരു കുഴി പോലുള്ള സ്ഥലം. ഇന്ന് കഅബ നിൽക്കുന്ന സ്ഥലമാണ് ഈ പറയുന്നത്. അവിടെ ആക്കിയിട്ടാണ് തിരിച്ചു പോണേ. അപ്പോഴാണ് ഹാജർ ഹബീബിൻ്റെ ചോദ്യം, അല്ലാഹുല്ലദീ അമറക്, അള്ളാഹുവാണോ ഇത് നിങ്ങളോട് കൽപ്പിച്ചത്? ആ സമയത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാം മറുപടി പറയാണ്, നഅം, അതെ, അള്ളാഹ് പറഞ്ഞിട്ടാണ്. ഇനി കേട്ടോളിട്ടോ പ്രിയപ്പെട്ട സഹോദരിമാർ, കേട്ടോ. നമുക്കൊക്കെ ആ ഒരു ഈമാൻ ഉണ്ടോ എന്നുള്ളത് കൂടി പരിശോധിക്കാം. ആ സമയത്ത് ഹാജറ ബീവി പറയുന്ന ഒരു മറുപടി, ഇദൻ ലാ യുദയ്യുഅന. അള്ളാഹ് പറഞ്ഞിട്ടാ, എന്നാ പിന്നെ ഒരിക്കലും എന്ത് ചെയ്യൂല, അള്ളാഹ് ഞങ്ങളെ പ്രയാസപ്പെടുത്തൂല. അതൊരു ഈമാനാണ് ശരിക്ക്. അള്ളാഹ് പറഞ്ഞിട്ടാണോ, എന്നാൽ പിന്നെ എനിക്കൊരു ബേജാറും ഇല്ല, എന്നാൽ എനിക്കൊരു പേടിയില്ല. അതിലെന്തെങ്കിലും ഒരു ഖൈറുണ്ടാകുന്നു, അതിൽ വേറെന്തോ ഒരു സമാധാനമാണ്. നമ്മളൊക്കെ ജീവിതത്തിൽ പല പരീക്ഷണങ്ങളും ഇങ്ങനെ വരുന്ന സമയത്ത് ഒരു പക്ഷെ നമ്മൾ വിചാരിച്ച പോലെ ആവില്ല നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുക. സാന്ദർഭികമായിട്ട് പറയാണ്, നമ്മൾ ആഗ്രഹിച്ചതുപോലെ അല്ല നമ്മളെ ജീവിതം, നമ്മൾ താല്പര്യപ്പെട്ടതുപോലെയല്ല ജീവിതം ഉണ്ടാകുക.
ഒരു പക്ഷേ സന്തോഷം ഉണ്ടാകും, സങ്കടം ഉണ്ടാകും. നമ്മൾ എന്തായാലും എന്ന് വിചാരിച്ച അത് എനിക്ക് കിട്ടുമെന്ന് തന്നെ വിചാരിച്ചത് ചിലപ്പോൾ തട്ടിക്ക് പോകും, കിട്ടാതാകും. നമ്മൾ ആഗ്രഹിച്ച ഒരു ജീവിതം ചിലപ്പോൾ കിട്ടണമെന്നുണ്ടാവില്ല. ഒക്കെ അതൊരു റബ്ബിൻ്റെ പരീക്ഷണമാണ്, അള്ളാഹിൻ്റെ ഖദറാണ്. അതിലുള്ള ആ ഒരു വിശ്വാസം നമുക്കുണ്ടാകുക. ഇവിടെ ഹാജറ ബീവി ഒരു വാക്ക് പറയുന്നുണ്ട്, ഇദൻ ലാ യുളയ്യഅന, എങ്കിൽ അള്ളാഹ് ഞങ്ങളെ പ്രയാസപ്പെടുത്തൂല. ഇത് പറഞ്ഞപ്പോൾ തന്നെ എന്ത് ചെയ്തു? ഇബ്രാഹിം നബി അവിടുന്ന് പോയി. ചരിത്രത്തിൽ കാണാൻ പറ്റും ഹാജറ ബീവി അവിടെ ഒറ്റക്കെട്ടോ, ഒരു മനുഷ്യനും അവിടെ ഇല്ല. ഒരു മരുഭൂമിയിൽ 4 ഭാഗവും മലകളാൽ ചുറ്റപ്പെട്ട ഒരു ഭാഗത്ത് ഹാജറ ബീവിയും പിന്നെ ഒരു മനുഷ്യക്കുട്ടി എന്ന് പറഞ്ഞാൽ അവരുടെ കുട്ടിയായ ഇസ്മായിൽ, അത് ചെറിയ കുട്ടിയാണ്. അവരിങ്ങനെ വെള്ളം കുടിച്ചു, കാരക്ക തിന്നു, ഇടക്കിടക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു. ഇത് തീരാൻ തുടങ്ങി. ഇത് തീർന്നു. സ്വാഭാവികമായിട്ടും ഇവർ ഭക്ഷണം കഴിക്കുന്നില്ലെങ്കിലോ ഇവർക്ക് പാലില്ലാത്തൊരവസ്ഥയാവും. ഇവർക്ക് പാലില്ലെങ്കിൽ കുട്ടി കരയാൻ തുടങ്ങും. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം സ്വന്തത്തിൻ്റെ വിശപ്പിനേക്കാൾ അവർക്ക് പ്രാധാന്യം ഒരു ഉമ്മ എന്ന നിലക്കാണെങ്കിൽ മക്കളുടെ വിശപ്പായിരിക്കും, അല്ലേ? മക്കളോട് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യില്ല, ഇജാടെ പട്ടിണിയാണെന്നോ ഞാൻ കഴിക്കട്ടെ എന്ന് പറയില്ല. നമ്മൾ കഴിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് കൊടുക്കുക എന്നുള്ളതാണ്, പ്രത്യേകിച്ച് ഉമ്മമാർ എന്നുള്ളത് ആ ഒരു വൈകാരിക തലത്തിലുള്ള ആൾക്കാരാണ്. ഹാജറ ബീവി അവിടുന്ന് അന്വേഷിക്കണം. കുട്ടിനെ അവിടെ കിടത്തിയിട്ട് അവരിങ്ങനെ 4 ഭാഗത്തേക്കും പോയി. പിന്നീട് അവർ ഏറ്റവും കൂടുതൽ ഇത് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, അന്ന് ഇന്നത്തെ പിന്നെ സഫയോ മറുവയോ അല്ല. അന്നത്തെ മറുവയുടെ നീളം എന്ന് പറഞ്ഞാൽ 150 മീറ്റർ ഉണ്ടെന്നാ, ഒരു കുന്നുപോലെയായിരുന്നു. സഫയും അതേപോലെ കുന്നുപോലെയാണ്. ആ കുന്നിന് മുകളിലേക്കാണ് ഇവർ കയറുന്നത്. ഇന്നത്തെ സൗകര്യമല്ല, ഇന്നത്തെ മാർബിൾ അല്ല, അവിടെ ഫുള്ള് പിന്നെ AC സൗകര്യങ്ങളൊന്നുമില്ല. നമുക്ക് അവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഇടക്കിടക്ക് വെള്ളം കുടിക്കാൻ സൗകര്യം ഉണ്ട്, എല്ലാം ഉണ്ട്, അല്ലേ? അവിടെ ഇനി പച്ചവെള്ളം സാധാരണ വെള്ളം കിട്ടുന്നത് അതുണ്ട്, സംസം വേണമെന്നുണ്ടെങ്കിൽ സംസം കിട്ടും. ഇനി നമുക്ക് നല്ല പിന്നെ തണുക്കുകയാണോ ഒന്ന് മാറിയിരിക്കുക, ഇനി ചൂടെടുക്കുകയാണോ അവിടെ AC ഉണ്ട്, ഫാൻ ഉണ്ട്, എല്ലാം ഉണ്ട്. അതിൻ്റെ അടുത്ത് പോയിരിക്കുക, ഒരു കുഴപ്പമില്ല. ഇതൊന്നുമില്ലാത്ത ഒരു പിന്നെ തുറന്നു കിടക്കുന്ന ഒരു മരുഭൂമിയിൽ ഹാജർ ഈ പിന്നെ സഫയുടെ ഭാഗത്തേക്ക് കയറി ഇങ്ങനെ നോക്കണം, വല്ലതുണ്ടോ? ഇല്ല. ആ പിന്നെ മലന്റെ മുകളിൽ നിന്ന് ഇറങ്ങണം, മലന്റെ മുകളിൽ നിന്ന് ഇറങ്ങാം. സാധാരണ ഒരു ഇറക്കമല്ല, ഒന്നിങ്ങനെ ചെറിയ 2 സ്റ്റെപ്പ് വെക്കലല്ല. അതിന്റെ മുകളിൽ നിന്ന് ഇറങ്ങി എന്നിട്ട് വീണ്ടും ഓടി മറുവന്റെ ഭാഗത്തേക്ക് കയറി, പൊത്തിപ്പിടിച്ച് മറുവന്റെ ഭാഗത്തേക്ക് 150 മീറ്റർ കയറുകയാണ്. എന്നിട്ട് അതിന്റെ മുകളിൽ നിന്ന് നോക്കുകയാണ് വേറെ എവിടെയെങ്കിലും വല്ല ആൾക്കാരുണ്ടോ എന്നുള്ളത്, എന്തെങ്കിലും സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്നോ. ഇങ്ങനെ 7 തവണ അവർ പോയി എന്നാണ്. അതിനിടയിലാണ് അവരൊരു ശബ്ദം കേൾക്കുന്നത്. അപ്പോൾ ആ ശബ്ദത്തിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ അടുക്ക് വല്ല സഹായം ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് സഹായിക്കണം. ജിബ്രീൽ അലൈഹിസ്സലാം ആയിരുന്നു അത്. ജിബ്രീൽ അലൈഹിസ്സലാം പിന്നെ ഇസ്മായിൽ നബി അലൈഹിസ്സലാം കിടക്കുന്ന ഭാഗത്ത് തൻ്റെ കാലുകൊണ്ടോ അല്ലെങ്കിൽ ചിറക് കൊണ്ട് ഒരു പിന്നെ കുത്തുകയും അതിൽ നിന്ന് വെള്ളം വരികയും ചെയ്തു. പല ആളുകളും മനസ്സിലാക്കുന്നത് പോലെ ഇസ്മായിൽ നബി അലൈഹിസ്സലാം കാലിട്ടടിച്ചപ്പോഴുണ്ടായതല്ല സംസം, കാലിട്ടടിച്ചപ്പോൾ ഉണ്ടായതല്ല. ഹദീസ് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ജിബ്രീൽ അലൈഹിസ്സലാം തൻ്റെ പിന്നെ ചിറക് കൊണ്ട് കുത്തിയപ്പോൾ, ചിറക് കൊണ്ട് അല്ലെങ്കിൽ ആ വിരൽ കൊണ്ട് കുത്തിയപ്പോഴാണ് എന്ത് ചെയ്തത്, ആ സംസം ഉണ്ടായതെന്നുള്ളത്. അതെന്ത് ചെയ്തു, പിന്നെ ഹാജറ ബീവി ഒന്ന് പിന്നെ സംസം എന്ന് പറഞ്ഞു, മതി മതി എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ഒരു ഭാഗമായിട്ട് ആക്കുകയും ചെയ്തു. ഒരു പിന്നെ അതിനൊരു ബൗണ്ടറി വെച്ചു. വലിയൊരു ചരിത്രമാണ്, ഞാൻ ചുരുക്കി പറഞ്ഞതാണ്. അപ്പം ഇവിടെ ആ ഒരു ഹാജറ ബീവിയുടെ നടത്തമാണ് ശരിക്കും എന്ത് ചെയ്യണത്, സഅയിന്റെ ചരിത്രം എന്ന നിലക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി ഇവിടെ ഈ ആയത്തിൽ പറഞ്ഞു ഇന്ന സഫ വൽ മർഅത മിൻ ശആഇരില്ല എന്ന് പറഞ്ഞു. മിൻ ശആഇരില്ല, ശആഇർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശുദ്ധ ഖുർആനിൽ 4 തവണയാണ് ശആഇർ എന്ന പദം വന്നിട്ടുള്ളത്. 4 ആയത്തുകളിലായിട്ട് വന്നിട്ടുണ്ട്. ശഈറത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ മതചിഹ്നം എന്നുള്ളതാണ് പറയുക. ശആഇർ എന്ന് പറഞ്ഞാൽ മതചിഹ്നങ്ങൾ. അള്ളാഹു സുബ്ഹാനഹു വ തആല ചിലതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, മതചിഹ്നങ്ങളായിട്ട് എണ്ണിയിട്ടുണ്ട്. അതിൽ സഫയും മറുവയും ഒക്കെ എന്താണ്, മതചിഹ്നങ്ങൾ എന്ന നിലക്ക് പരിചയപ്പെടുത്തിയതാണ്. ഓക്കെ, ഇനി അതിന്റെ അടുത്ത 2ാമത്തെ ഭാഗം പറയാം. ഫമൻ ഹജ്ജൽ ബൈത അബി അഅ്തമറ ഫലാ ജുനാഹ അലൈഹി അൻ യത്തവഫ ബിഹിമ. ഫമൻ ഹജ്ജ, അപ്പോൾ ആരെങ്കിലും ഹജ്ജ് ഉദ്ദേശിക്കുന്നുണ്ട്, ഔ അല്ലെങ്കിൽ ഫമൻ ഹജ്ജൽ ബൈത്ത അല്ലെങ്കിൽ പിന്നെ മന്ദിരത്തിൽ ചെന്നുകൊണ്ട് അല്ലെങ്കിൽ കഅബത്തിങ്കൽ ചെന്നുകൊണ്ട് ഹജ്ജ് ചെയ്യുന്നു, ഔ ഇഅ്തമറ അല്ലെങ്കിൽ ഉംറ ചെയ്യാണ്, ഫലാ ജുനാഹ അലൈഹി, എങ്കിൽ അവന് കുറ്റകരമല്ല, ഫലാ ജുനാഹ അലൈഹി അവന് കുറ്റമില്ല,
അയ്യത്തൗവഫ ബിഹിമ, അതിനെ പ്രദക്ഷിണം വെക്കുക എന്നുള്ളത് കുറ്റകരമായ കാര്യമല്ല എന്ന നിലക്ക് എന്ത് ചെയ്യാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പരിചയപ്പെടുത്തണം. കഅബ മന്ദിരത്തിൽ ചെന്ന് ഹജ്ജോ ഉംറയോ നിർവഹിക്കുന്ന ഏതൊരാളും അവയിലൂടെ പ്രദക്ഷിണം നടത്തുന്നതിൽ കുറ്റമൊന്നുമില്ല. എന്തുകൊണ്ട് ഈ ആയത്തിറങ്ങി? ഈ ആയത്തിന്റെ അവതരണ പശ്ചാത്തലം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകൂടി പിന്നിലേക്ക് ചരിത്രം പോകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നതിന് മുമ്പേ അവിടെ ഹജ്ജുണ്ട്, ഉംറയുണ്ട്, പല കർമ്മങ്ങളുണ്ട്. എന്നാൽ മദീനക്കാരായ ആളുകൾ, പ്രത്യേകിച്ച് ഔസ് ഖസ്റജ് ആളുകൾ, അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അവർ ഉംറക്ക് വന്നു കഴിഞ്ഞാലും അവരെന്ത് ചെയ്യില്ല, സഅയ് ചെയ്യൂല, സഅയ് ചെയ്തിരുന്നില്ല. എന്താണ് അതിൻ്റെ കാരണം എന്നുള്ളത് അവർ പറയുന്നുണ്ട്. അവർ പണ്ട് ആരാധിച്ചിരുന്ന വിഗ്രഹമാണ് മനാത്ത്. ലാത്ത, ഉസ്സ, മനാത്ത എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ടാവും. അതിൽ മനാത്ത് എന്ന് പറയുന്ന വിഗ്രഹത്തെയാണ് ഈ മദീനക്കാരായ അല്ലെങ്കിൽ ഔസ് ഖസ്റജ് പോലുള്ള ഗോത്രക്കാർ ആരാധിച്ചിരുന്നത്. ഇതാകട്ടെ മക്കയുടെയും മദീനയുടെയും ഇടയിലുള്ള അൽ മുശല്ലൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. അൽ മുശല്ലൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഈ ഒരു മനാത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവരെന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ സഫയുടെ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇസാഫ് എന്ന് പറയുന്ന ഒരു ബിംബമുണ്ട്. മറവയുടെ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ നായില എന്ന് പറയുന്ന മറ്റൊരു വിഗ്രഹമുണ്ട്. അപ്പോൾ ഇവർ ആദ്യം, നമ്മളിതിന് മുമ്പേ ചരിത്രം വിശദീകരിച്ചിട്ടുണ്ട്, കഅബത്തിന്റെ ചുറ്റും ബിംബങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കഅബയുടെ ഉള്ളിൽ വിഗ്രഹങ്ങൾ ഉണ്ടായിട്ടുണ്ട്, സൊഫയുടെ മുകളിൽ വിഗ്രഹം ഉണ്ടായിട്ടുണ്ട്, മറവയുടെ മുകളിൽ വിഗ്രഹം ഉണ്ടായിട്ടുണ്ട്, ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ വിഗ്രഹം അല്ലെങ്കിൽ ഇവരുടെ ആരാധ്യനായിട്ട് ഇവർ കാണുന്നത് മനാത്തിനെയാണ്. അപ്പോൾ ഇവർ വന്നിട്ട് മദീനക്കാരായ ആളുകൾ വരും, യസ്രിബുകാരായ ആളുകൾ വരും, അവരെന്ത് ചെയ്യും, കഅബയൊക്കെ തവാഫ് ചെയ്യും. എന്നിട്ട് സഅയ് ചെയ്യൂല. കാരണം സഅയ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യും, സഫയുടെ മുകളിലുള്ള ഇസാഫ് എന്ന് പറയുന്ന ബിംബമുണ്ട്, അതിനെ പോയി തടവണം. അതിനെ തൊട്ട് തടവുക, മുത്തുക എന്നൊക്കെ പറയില്ലേ. അതേപോലെ തന്നെ മറുവയിൽ നോക്കിക്കഴിഞ്ഞാൽ നായിലയുണ്ട്. അപ്പോൾ അവരുടെ അടുത്തേക്ക് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം വിഗ്രഹമായ മനാത്തിന് വിഷമാവൂലേ? കാരണം മനാത്തിന് കൊടുക്കാത്തൊരു സ്ഥാനം നമ്മൾ ഇവർക്ക് കൊടുക്കാൻ പറ്റൂലല്ലോ. ഇതുകൊണ്ട് ഈ ചിന്ത കൊണ്ട് തന്നെ അവർ കഅബത്തിന്റെ അടുത്ത് വന്നിട്ട് തവാഫ് ചെയ്യും. എന്നിട്ട് നേരെ അവരെന്ത് ചെയ്യും, തിരിച്ചു പോകുമ്പോൾ മുശല്ലൽ എന്ന് പറയുന്ന പ്രദേശത്ത് പോയിട്ട് മനാത്തിന്റെ അടുത്ത് വന്ന് നിൽക്കും. ആ മനാത്തിന് മുത്തം കൊടുത്തിട്ടും മനാത്തിനെ പൂജിച്ചുകൊണ്ടും അവരവിടെ കഴിച്ചു കൂട്ടും ചെയ്യും. അവരെന്ത് ചെയ്യൂല, സഅയ് ചെയ്തിരുന്നില്ല, പണ്ടുണ്ടായിരുന്നൊരവസ്ഥ. എന്നാൽ പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാമിനെ കുറിച്ച് പരിചയപ്പെടുത്തി അവർ മുസ്ലിം ആയതിനു ശേഷം അവരപ്പോഴും സഅയ് ചെയ്യാൻ മടി കാണിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആയത്തിറങ്ങി, നിങ്ങൾ എന്ത് ചെയ്യണ്ട, അങ്ങനെ ചെയ്യാതിരിക്കുന്നത് കൊണ്ട്, അതായത് സഅയ് ചെയ്യുന്നത് കൊണ്ട് കുറ്റമൊന്നുമില്ല, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സഅയ് ചെയ്യാം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക വിജയ ദിവസം മനാത്ത എന്ന് പറയുന്ന ആ ഒരു മുശല്ലൽ ഭാഗത്തുണ്ടായിരുന്ന ബിംബത്തെ നശിപ്പിക്കാനായിട്ട് എന്ത് ചെയ്തിരുന്നു, അലി റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നു. അതിനെ മുഴുവൻ നശിപ്പിച്ചു. സഹാബത്തിന്റെ മനസ്സിലുണ്ടായിരുന്ന ഈ വിഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ ചിന്തകളും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒഴിവാക്കുകയും ചെയ്തിരുന്നു. ഇതാണ് ഒരു സംഭവം, ഈ ആയത്തിറങ്ങാനുണ്ടായ ഒരു സംഭവം എന്ന നിലക്ക് പറയുന്നത്. ഇനി മറ്റൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സഹാബിമാർ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കണം, ഞങ്ങൾ ജാഹിലിയത്തിൽ സഫാ മർവക്കളിൽ സഅയ് നടത്തിയിരുന്നു, എന്നാൽ ഖുർആനിൽ അള്ളാഹു പരാമർശിക്കുന്നത് കഅബയുടെ അടുത്ത് മാത്രം നിർവഹിക്കണം എന്നാണല്ലോ. അതായത് ബൈത്തുൽ അത്തീഖ് എന്ന് പറയുന്ന ഒരു പ്രയോഗം നമുക്ക് ഖുർആനിൽ കാണാൻ പറ്റും. നിങ്ങൾ അയ്യത്തവഫു ബൈത്തുൽ അത്തീഖ് എന്ന് പറയുന്ന ഒരു ആയത്തുണ്ട്. അതായത് നിങ്ങൾ എന്ത് ചെയ്യണം, ആ പുരാതന വീടിൻ്റെ ചുറ്റും അഥവാ കഅബയുടെ ചുറ്റും എന്ത് ചെയ്യണം, നിങ്ങൾ തവാഫ് ചെയ്യണം എന്നുള്ളതാണ് പറയണത്. അതിലെവിടെയും സഅയ് പറയുന്നില്ലല്ലോ എന്ന് ആദ്യ കാലഘട്ടത്തിൽ സഹാബിമാർ ചോദിച്ചു. അപ്പോഴാണ് ഈ ആയത്തിറങ്ങിയത്, നിങ്ങൾ എന്ത് ചെയ്യണം, അതുകൂടി നിർവഹിക്കണം, അത് നിങ്ങൾ നിർവഹിക്കുന്നതിൽ കുറ്റകരമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ആയത്തിറങ്ങി എന്ന നിലക്ക് വിശദീകരിക്കപ്പെട്ടതുണ്ട്. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ഒന്നും രണ്ടും രണ്ടാണ് എന്ന അർത്ഥത്തിലല്ല. ഒരായത്തിറങ്ങാൻ തന്നെ പല കാരണങ്ങളുണ്ടാകും. ഒരു പക്ഷേ ഒരാൾ വന്നിട്ട് ഒരു കാരണം പറയും, വേറൊരാൾ വന്നിട്ട് വേറൊരു കാരണം പറയും, വേറൊരു പ്രശ്നം പറയും. ഈ മൂന്നും ചിലപ്പോൾ എന്ത് ചെയ്യും, ഒരു ആയത്തിറങ്ങാൻ ഒരു കാരണമാകുകയും ചെയ്യും. അപ്പോൾ അതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അടുത്ത ഒരു കാരണം. ഇനി മൂന്നാമത്തെ ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മിനിറ്റ്, മൂന്നാമത്തെ ഒരു കാര്യം, ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു. ഉർവത്ത് ബിൻ സുബൈർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കേട്ടിട്ടുണ്ടാകും, മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ,
നമുക്കൊക്കെ പരിചയമുണ്ട് ആയിഷ ഉമ്മയെ. ആയിഷ റളിയല്ലാഹു അൻഹയുടെ സഹോദരിയായ അസ്മാ റളിയല്ലാഹു അൻഹയുടെ മകനാണ് ഉർവത്ത് ബിൻ സുബൈർ. നേരെ ശ്രദ്ധിക്കാം, ഈ ഉർവ ഒരു പക്ഷേ ചരിത്രത്തിൽ നമ്മൾ ഓരോരുത്തരും കേൾക്കേണ്ടതും പിന്നെ മനസ്സിലാക്കേണ്ടതുമായ ഒരു വ്യക്തിത്വമാണ്. ഒരുപാട് ഹദീസുകൾ ഉർവത്ത് ബിൻ സുബൈറുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് കാണാൻ കഴിയും. ഏതായിരുന്നാലും ഈ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു, ആയിഷ ഉമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉർവ റളിയല്ലാഹു അൻഹുവിൻ്റെ പിന്നെ എളാമയാണ്. ഈ എളാമാൻ്റെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് പറയാണ്, സഫാ മറുവക്കടയിൽ സഅയ് ചെയ്യാതിരിക്കുന്നതിൽ തെറ്റില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതാണ് ഉർവത്ത് പറഞ്ഞാൽ ചെറിയ കുട്ടിയാട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയൊന്നും കണ്ടിട്ടില്ല അദ്ദേഹം. ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്നാണ് കാര്യമായിട്ട് ദീനൊക്കെ പഠിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള ഉർവ വന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹയോട് പറയാണ്, പിന്നെ സഫാ മറുവക്കടയിൽ സഅയ് ചെയ്യാതിരിക്കുന്നതിൽ തെറ്റില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഖുർആനിൽ അങ്ങനെയാണ്, ഫലാ ജുനാഹ അലൈഹി അൻ യതവഫ ബിഹിമാ എന്നാണല്ലോ വരുന്നത്. അതിൽ കുറ്റമില്ല എന്നാണല്ലോ. അപ്പോൾ അത് ചെയ്യാതിരിക്കാം എന്ന നിലക്ക് പറഞ്ഞു. ഉടനെ ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, അത് ഖുർആനിൽ അങ്ങനെയല്ലെന്നാ വരേണ്ടത്. അങ്ങനെ ഒഴിവാക്കാൻ പിന്നെ നമുക്ക് ചോയ്സ് ഉണ്ട് എന്ന നിലക്കല്ല അതിലുള്ളത്. അങ്ങനെയാണെങ്കിൽ അയ്യത്തവഫു എന്നുള്ളത് അലാ അയ്യത്തവഫു അലൈ എന്നുള്ളതിനേക്കാൾ അല എന്നാണ് പ്രയോഗിക്കേണ്ടത്. അതുകൊണ്ട് ഒരിക്കലും ഈ ആയത്ത് ഇറങ്ങാനുള്ള സാഹചര്യം ഞാൻ നിനക്ക് പറഞ്ഞുതരാന്ന് പറഞ്ഞിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു കൊടുക്കുകയാണ്. നേരത്തെ പറഞ്ഞ കാര്യം സ്വഹാബിമാർ വന്നിട്ട്, നബി അതിൽ ഖുർആനിൽ എവിടെയും പിന്നെ സഅയ് ചെയ്യണമെന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അവിടെയാണ് ഈ ആയത്തിറങ്ങിയത് എന്ന നിലക്ക് എന്ത് ചെയ്തു, ഈ പിന്നെ കാര്യം മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ വിശദീകരിക്കുകയും ചെയ്തു. അപ്പോൾ ഈ ആയത്തിറങ്ങാനുള്ള രണ്ട് കാരണങ്ങളെ നമ്മൾ പറഞ്ഞത്. ഒന്ന്, പിന്നെ മദീനക്കാരായ ആളുകൾ അവരുടെ മനാത്ത് എന്ന് പറയുന്ന ബിംബത്തിൻ്റെ അടുത്ത് പോയിട്ടാണ് കാര്യങ്ങളൊക്കെ നിർവഹിച്ചിരുന്നത്. അവർ നിർവഹിക്കാതിരുന്നത് പിന്നെ സഫയുടെ ഭാഗത്ത് ഇസാഫ് എന്ന് പറയുന്ന ബിംബവും അതേപോലെ തന്നെ മറുവയുടെ ഭാഗത്ത് നായില എന്ന് പറയുന്ന ബിംബമുണ്ട്. ഇനി ആരാണ് ഈ ഇസാഫ് നായില എന്നുള്ളത് കൂടി കേട്ടോളിട്ടോ. ഒരു കാമുകന്മാരാണ്, അതുകൂടി നമുക്കൊന്ന് പറയാം. അപ്പോൾ പിന്നെ അവർ നടത്തിയ ഒരു എന്താണ്, അവരെ ആണെന്ന് ബിംബമാക്കിയിട്ട് കൊണ്ട് നടന്ന്, അല്ലെങ്കിൽ അവരുടെ പിന്നെ പൊരുത്തത്തിന് വേണ്ടിയിട്ടൊക്കെയാണ് ചെയ്തിരുന്നത്. രണ്ടാമത്തേതാണ് ഈ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹുമായി ബന്ധപ്പെട്ടുള്ള ചരിത്രം. ഇനി മൂന്നാമത്തെ ഒരു സംഭവം പറയുന്നത്, സൊഫയുടെയും മറുവയുടെയും മുകളിലായി ഒട്ടേറെ വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇസ്ലാം മക്ക വിജയിച്ചടക്കുകയും അവിടെയുള്ള മുഴുവൻ വിഗ്രഹങ്ങളും മാറ്റുകയും ചെയ്തു. അവിടെ വെച്ചുകൊണ്ട് സഅയ് നടത്തുന്നതിൽ കുറ്റമില്ല എന്ന് അറിയിച്ചു. കാരണം സ്വഹാബിമാർക്കിടയിൽ ഒരു മടി, കാരണം അവിടെ ഫുള്ള് ബിംബങ്ങൾ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അവിടെ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ പഴയ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ഓർമ്മ വരൂലേ, അവിടെ പല ആൾക്കാരും ചെയ്യൂലേ എന്നൊക്കെ ഒരു തോന്നൽ വന്നപ്പോൾ അവിടെ ആയത്തിറങ്ങാണ്, നിങ്ങൾ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല, ഫലാ ജുനാഹ അലൈ, ഒരു കുഴപ്പമില്ല, നിങ്ങൾ ധൈര്യത്തിൽ ചെയ്തോളി. കാരണം നിങ്ങളെ മനസ്സ് ഏറ്റവും കൂടുതൽ അറിയുന്നത് ആരാണ്? അള്ളാഹുവാണ്, അലീമാണ്. ഇന്നല്ലാഹ ഷാക്കിറുൻ അലീം എന്നുള്ള ആയത്ത് കൂടി അള്ളാഹു ഇവിടെ വെക്കണം. ഇനി ആരാണ് ഇസാഫ്, ആരാണ് നായില? ജുർഹും ഗോത്രത്തിലെ രണ്ട് വ്യക്തികളാണ് ഇസാഫും നായിലയും. ഇസാഫ് എന്നുള്ളത് പുരുഷന്റെ പേരാണ്, ഒരു പുരുഷനാണ്. നായില എന്നുള്ളത് സ്ത്രീയുമാണ്. ഇവർ രണ്ടുപേരും തമ്മിൽ ഒരു ബന്ധത്തിലായിരുന്നു. അങ്ങനെ ഇവരുടെ ബന്ധം കൂടി അവസാനം ഇവർ കഅബത്തിന്റെ ഉള്ളിലേക്ക് കയറാണ്. ഇവരുടെ ശാരീരികമായ ബന്ധത്തിന് വേണ്ടിയിട്ട് കഅബത്തിന്റെ ഉള്ളിൽ കയറി. അങ്ങനെ ഇയാള്, ഈ ഇസാഫ് എന്ന് പറയുന്ന പുരുഷൻ നായിലയെ ചുംബിച്ചു. പക്ഷേ അപ്പോഴേക്ക് തന്നെ ഇവർ രണ്ടുപേരെയും അല്ലാഹു സുബ്ഹാനഹു വതആല കല്ലാക്കി മാറ്റി. രണ്ടുപേരെയും കല്ലാക്കി മാറ്റി. പിന്നെ ആ ഒരു കല്ലെടുത്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ആ ബിംബങ്ങൾ എടുത്തുകൊണ്ടാണ് ആളുകൾ എന്ത് ചെയ്തത്, സഫയുടെ ഭാഗത്ത് കൊണ്ടുപോയിട്ട് നായിലേനെ വെച്ചു, ഇസാഫിനെ വെച്ചു, മർവന്റെ ഭാഗത്ത് കൊണ്ടുപോയിട്ട് നായിലിനെ വെച്ചു. ഒരു പുരുഷനാണ്, ഇതൊക്കെ നമ്മൾ പിന്നെ ഈ ഹജ്ജിനും ഉംറക്കൊക്കെ പോകുമ്പോൾ ഒരു പക്ഷേ ഇതൊന്നും പല ആളുകൾക്കും അറിയണമെന്നില്ല. ഇനി ഇതിൻ്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും, ആദ്യ കാലഘട്ടത്തിൽ സഫയുടെ ഭാഗത്തൊക്കെ വെച്ചിട്ട് പിന്നെ നഗ്നരായിക്കൊണ്ടാണ് തവാഫ് ചെയ്തിരുന്നത് പലരും. അതിനൊക്കെ ഒരു കാരണമുണ്ട്. പിന്നെ മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കാനുണ്ടായ കാരണം ഈ രണ്ട് ബിംബങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഒക്കെ ഒരുപാട് ചരിത്രങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാനതിലേക്ക് പോകുന്നില്ല, നമ്മുടെ സമയം ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത വാചകം, വമൻ തതവ്വഅ ഖൈറ, ആരെങ്കിലും സൽക്കർമ്മം സ്വയം സന്നദ്ധനായി ചെയ്യുകയാണെങ്കിൽ, വമൻ ആരെങ്കിലും തതവ്വഅ ഖൈറ, ഖൈർ എന്ന് പറഞ്ഞാൽ സൽക്കർമ്മം, തതവ്വഅ അവൻ അത് സ്വയം സന്നദ്ധമായി ചെയ്യുകയാണെങ്കിൽ, ഫഇന്നല്ലാഹ ഷാക്കിറുൻ അലീം, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വതആല അങ്ങേയറ്റം ഷാക്കിറാണ്. ഷാക്കിർ, ശുക്ർ ചെയ്യുന്ന, നന്ദി കാണിക്കുന്നവനാണ്. അല്ലാഹ് അലീമാണ്, സർവജ്ഞനുമാണ്. ഈ ഒരു വാചകം കൂടി അള്ളാഹു
പറഞ്ഞ് അവസാനിപ്പിക്കണം. അപ്പോൾ ഇവിടെ ഒരാൾ സൽക്കർമ്മം ഒരാളുടെയും നിർബന്ധപൂർവമല്ല ചെയ്യേണ്ടത്. ഈ ആയത്തിലേക്ക് അത് ചേർത്ത് വെക്കുമ്പോൾ പിന്നെ അള്ളാഹു നിർബന്ധമാക്കിയാൽ മാത്രം ചെയ്യേണ്ട ഒരു കാര്യം എന്ന അർത്ഥത്തിലല്ല. ഈ ഒരു വാചകം വെച്ചുകൊണ്ട് തന്നെ സഅയ് ചെയ്യുക എന്നുള്ളത് നിർബന്ധമല്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. എന്നാൽ ഈ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടെ അഭിപ്രായ വ്യത്യാസങ്ങളാട്ടോ പറയുന്നത്. ചില ആളുകൾ ഇതൊരു സുന്നത്തായ കർമ്മം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞവരുണ്ട്. എന്നാൽ ഭൂരിഭാഗം പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത് ഇത് പിന്നെ നിർബന്ധമായും ചെയ്യേണ്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഹജ്ജുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഉംറയുമായി ബന്ധപ്പെട്ടുകൊണ്ടും അതിലെ വളരെ പ്രധാനപ്പെട്ട ഭാഗം തന്നെയാണ് സഅയ്. സഅയ് ചെയ്തിട്ടില്ലെങ്കിൽ അവരുടെ പിന്നെ സഅയ് പൂർത്തിയാക്കാതെ ഇറങ്ങിക്കഴിഞ്ഞാൽ അവൻ്റെ പിന്നെ ഉംറ പൂർത്തിയാകൂല എന്ന നിലക്ക് തന്നെ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമ്മൾ പഠിക്കുക. ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇനിയും പറയാനുണ്ട്. നമ്മുടെ സമയം പരിമിതമായതുകൊണ്ട് തൽക്കാലം ഇവിടെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ബാക്കി കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. നമുക്കൊന്നും കൂടി ഒന്ന് ഓതിയതിന് ശേഷം അവസാനിപ്പിക്കാം. എല്ലാവരും കൂടെ ഒന്ന് നോക്കട്ടോ. ഈ ആയത്ത് ഇങ്ങനെ ഓതുമ്പോൾ ഈ ചരിത്രങ്ങൾ ഇങ്ങനെ മനസ്സിലേക്ക് വരണം. ഇന്ന الصفا والمروة من شعائر الله فمن حج البيت أو اعتمر فلا جناح عليه أن يطوف بهما ومن تطوع خيرا فإن الله شاكر عليم. അൽഹംദുലില്ലാഹ് നമ്മൾ 158 ആയത്തുകൾ പഠിച്ചു കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് നമുക്ക് ബാക്കിയുള്ള ആയത്തുകൾ അടുത്ത ക്ലാസ്സുകളിൽ വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടൽ സ്വാലിഹായ സൽക്കർമ്മമായി നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. എല്ലാ അർത്ഥത്തിലും നന്മകൾ ചെയ്ത് ജീവിക്കുന്ന ആളുകളിൽ അല്ലാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക.